ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ ടെൻഷൻ ഫ്രീ ആയിട്ട് ചിരിച്ച് കുറച്ച് ആയുസ് കൂട്ടാം നമുക്ക് ഒരുമിച്ച്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഏത് ഐറ്റം വേറെ? ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയിലെ അടുത്ത കിടിലം ഐറ്റവുമായിട്ട് ഇതാ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു ശ്യാം ചേട്ടൻ, രാജേഷ് ചേട്ടൻ ആൻഡ് വിഷ്ണു. കല്യാണ കച്ചേരി എന്റെ ദൈവമേ, ആണ്ട എല്ലാരും വന്നിരിപ്പുണ്ടല്ലേ. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടതേ. ഞാൻ ഇവിടുത്തെ മരുമാനായി വീട്ടിലെ. അതെ, ഇവിടുത്തെ അച്ഛനെ എന്റെ സ്വന്തം അച്ഛനെ പോലെ ഞാൻ കാണുന്നത്. ഇവിടുത്തെ അമ്മേനെ ഞാൻ എന്റെ സ്വന്തം അമ്മേനെ പോലെ കാണുന്നത്. ഇവിടുത്തെ പെങ്ങളെ ഞാൻ എന്റെ സ്വന്തം പെങ്ങളെ പോലെ കാണുന്നത്. എന്നിട്ട് ഇവിടുത്തെ സ്വത്ത് വീതിച്ചപ്പോ ഒരു ക്രീം പണ്ണു എനിക്ക് തന്നിട്ടില്ല. അതെന്ത്? എന്നിട്ടും ഗോപി ഇവിടെ വന്നു. കാരണം എന്താ? കല്യാണത്തിന് പായസം ഉണ്ടേ, അത് കുടിച്ച് വയറ് നിറച്ച് ഞാൻ ഇവരോട് പ്രതികാരം ചെയ്യും. അതിനുവേണ്ടി വന്ന പിന്നെ അത് മാത്രമല്ല, ഇന്ന് ഇവിടെ ഒരു വലിയൊരു കലാരൂപം അരങ്ങേറുന്നുണ്ട്. കെ ദാസനും സംഘവും അവതരിപ്പിക്കുന്ന വട്ടക്കളി. അയ്യോ, വട്ടക്കളി അറിയത്തില്ലേ? കെ.കെ. വിജയകുമാർ പറയേണ്ട ആവശ്യമില്ല. വട്ടക്കളി അറിയില്ലേ? കെ.കെ. വട്ടക്കളിയുടെ ഉസ്താദാണ്. അയ്യോ പിന്നില്ലേ. അയ്യോ, ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ കല്യാണത്തിന് വന്നിട്ട് ഒരു വെള്ള കവറിനകത്ത് നന്ദിന്ന് മാത്രം എഴുതണ്ട്. ഇത്തവണ പറ്റിച്ചാൽ ഇത് കഴിയട്ടെ പോലോട്ടാ. ഇതെന്നാ ഇത്? ഗോപിയല്ലേ? എന്റെ എല്ലിന്റെ കാര്യം വിടുക. ആദ്യം നിന്റെ എല്ലിന്റെ കാര്യം പറ. ഇങ്ങനെ വീണ് കിടക്കുമ്പോ ഊളത്തമാശ പറയാനല്ല പറയുന്നത്. ഗോപിയല്ലേന്നാ ഞാൻ ചോദിച്ചത്. അത് ഞാനാണ്. നീ എഴുന്നേറ്റ് സംസാരിക്കാം. പാ ദൈവമേ, വയ്യെന്നുള്ള കാര്യം അറിയാം. ഇനി പറ, താൻ ആരാ? വാട്ട് യു വാണ്ട്? ഞാൻ വട്ടക്കളിയിലുള്ളതാ. വട്ടക്കാരിക്കാ. നീ ആരാ? കാരിക്കുഞ്ഞോ? ഇടക്കിടക്ക് മുതലാളിയുടെ ഒന്നും കിട്ടുന്നില്ലേ ഇങ്ങനെയുള്ള കൗണ്ടറുകൾ പറഞ്ഞിട്ടാ. അതുകൊണ്ട് ഇനി ഇമാതിരി കൗണ്ടറുകൾ പറയാൻ നിൽക്കരുത്. അതങ്ങ് പോട്ടെ, അതങ്ങ്. ഇതെന്തോ ഇത് ഈ കസാര? അയ്യോ, അത് വേറെ ഒന്നുമല്ല. എന്റെ ചേട്ടനുണ്ട്, എനിക്ക് മൂത്തത്. അവൻ ഈ ഡിസൈൻ ഒക്കെ ചെയ്യുന്ന ആളാ. അതിന് ഡമ്മി കസാര ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കയറിയിരിക്കാൻ. അത് പറഞ്ഞ് നിങ്ങളെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കയറിയിരിക്കത്തില്ല. അറിയാതെ കയറിയിരിക്കുന്നത്. താൻ ആരാന്ന് പറയണോ? താൻ ആരാ? എടാ, ഞാൻ വട്ടക്കളിയിലുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ട വട്ടക്കളി ആശാനില്ലേ, കെ.കെ. ദാസൻ. അയ്യോ, ദാസന്റെ ശിഷ്യനാണ് ഞാൻ. ആശാന്റെ ശിഷ്യനാണോ? അതെ. ഇത് പറയണ്ടേ? അതല്ലേ ഞാൻ പറയാൻ വരുന്നത്. എന്നെ നടുവൊന്ന് നേരെ നിൽക്കണ്ട, എന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ. സോറി കേട്ടോ. എനിക്ക് ആശാനെ ഭയങ്കര ഇഷ്ടം. ഒരു കാര്യം ചോദിച്ചോട്ടാ, എന്നെ കൂടെ നിങ്ങളുടെ ടീമിൽ ചേർക്കാവോ? ചേർക്കാം. ആ കസര മാറ്റിയിട്ടിട്ട് ഈ കസര ഇങ്ങനെ ഇട്ടേരി. അതെന്തിനാ? എന്റെ ആശാനെ ഇച്ചിരി മുറുമുറുപ്പ എന്നോട്. എന്ത് ചെറിയ തെറ്റ് കണ്ടാലും അടിയാ. അയ്യോ, അതുകൊണ്ട് ആശാൻ ഒരു പണി എനിക്ക് കൊടുക്കണം. അല്ല, ആശാ വന്ന് ഇത് അതെ ഇരുന്നോളൂ. അതൊന്ന് പിടിച്ച് മാറ്റിയാൽ മതി. അല്ല, അപ്പൊ ആശാന് പരിക്ക് പറ്റൂലേ? ഒന്നും പറ്റത്തില്ല. ഒരു ഏട്ടാപിളിയനാണെന്ന്. ഒരു വല്ലാത്ത ആശാനാണ്. ഈ ആശാൻ എന്ത് ചെയ്യുന്നിട്ട്? ആശാൻ ഇപ്പൊ വരും. അതുകൊണ്ട് ആദ്യം ഇതൊന്ന് മാറ്റിയിട്ട് അതൊന്ന് മാറ്റിയിട്. മാറ്റ്. ആശാൻ എന്ത് ചെയ്യും? ഞാൻ വിളിക്കാം. ആശാനെ വന്ന് എന്ത് കാണിക്കണേ? ആൾക്കാരെ മാറ്റുവാ. ഞാൻ വിചാരിച്ച നീ അന്തരീക്ഷത്തെ കിടന്ന് നീന്തൽ പഠിക്കുമായിരിക്കും. അല്ല, ആൾക്കാരെ മാറ്റിയതാ. ആൾക്കാരെ മാറ്റിയാണോ? ആശാനെ, ആശാൻ കൊണ്ട് വരുന്നെന്ന് അറിഞ്ഞപ്പോ തന്നെ ഒരാൾ ആശാൻ ഒരു ഉപഹാരം ചെയ്യണമെന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, ഈ ഫാൻസ് പിള്ളേരെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. അല്ല, ആശാൻ വെളിയിറങ്ങാൻ ഞാനിപ്പോ മറ്റേ വെപ്പുതാടി മേടിക്കാൻ പോ, വേഷം മാറി ഇറങ്ങാൻ. അല്ല ആശാനെ, അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആശാനോട്. വട്ടക്കളി ആശാനോട് വരുന്നെന്ന് പറഞ്ഞപ്പോ തന്നെ ഒരു നോട്ടുമാല ഉണ്ടാക്കി അയാൾ പുറത്ത് കാത്തുന്നു. ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോ ഈ കല്യാണ വീട്ടിൽ പരിപാടിക്ക് വന്നിരിക്കുന്നു. കാരണം അപ്പൊ അപ്പുറത്ത് ആ പരിപാടി തുടങ്ങുന്ന സമയത്ത് അത് ഇട്ടാ പോരാടാ പനത്. അല്ലല്ല, അതല്ല. അവിടെ ആശാൻ ചെല്ലുമ്പോ ആൾക്കാർ ആശാന്റെ ചുറ്റും കൂടും. ആശാൻ ആരാധകർ കൂടും. ഫോട്ടോ എടുക്കാൻ ആൾക്കാർ കൂടും. ആഗ്രഹമല്ലേ? ആഗ്രഹമല്ലേ? എന്നെ സമയത്ത് എൻട്രി ആക്കാവേ. അവിടെ ആള് കൂടിയിട്ട് കല്യാണം പൊളിച്ചെന്ന് പറഞ്ഞ് എന്റെ ഓളക്കാരൻ പറ്റില്ല. കാരണം അവന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായില്ല. നമ്മളെ പിള്ളേരെ അങ്ങനെ ആജല്ലേ കിട്ടുന്ന മേടിയിരുന്നു. അത് അവൻ വിളിക്കടാ, ചെറുക്കനെ വിളിയടാ. അവന് ഒരു ആഗ്രഹം ഉള്ളപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അറിയാവുന്ന ഒരു പയ്യനാണ്. അറിയാവുന്ന ഒരു പയ്യനാ. അത് ശരി. അയ്യോ, പിന്നെ അങ്ങനെ ആവട്ടെ. അയ്യോ, ഇതൊരു ആദരവാണ്. അവന്റെ അപ്പച്ചിയുടെ പിന്നെ എടുത്തോണ്ട് വന്ന് കുത്തിയെന്നാ. അങ്ങനെ പോട്ടെ. ആരാധകൻ എന്നാ പറ്റി? ചെറുക്കനെ ഓരോരോ പേരെ ഒപ്പിച്ചിട്ടുണ്ടാ. അറിയാവേ എത്ര ഉണ്ടെന്ന് അറിയാവേ.
കേട്ടോ ഇന്നലത്തെ പോലെ കേട്ടോ. ഇല്ല ഇരിക്കാ അനെ ഇരിക്കല്ലേ അല്ലേ അത് കൊള്ളാം. കൈകൊട്ടിക്കളിയുടെ ആശാൻ കുമ്പളം സരസയുടെ മെയിൻ ആള്. KK ദാസൻ എവിടെ ഇരിക്കണമെന്ന് എവനാ തീരുമാനിക്കും. അതന്നെ KK ദാസൻ ഇരിക്കണം വേണമെന്ന് KK ദാസൻ തീരുമാനിക്കും കേട്ടോ. ആചാരം തീരുമാനിക്കും. ഇരിക്കല്ലേ വിഷയാവും. ഈടാ യേമൻ ഈ പിച്ചോട്ട് കേസാണല്ലോ ഈ ചെറുക്കനൊക്കെ. ഇവിടെ ഇരിക്കാൻ വിളിച്ചു വരുത്തി മനുഷ്യനാമാനിക്കണം. ഒരിടത്ത് ഇരിക്കാൻ സമ്മതിക്കാതെ KK ദാസൻ എങ്ങനെ പെർഫോം വിഷയം ഉണ്ടാവും. വിഷയം എന്തോ ഉണ്ടാകാം. നീയാണ് തീരുമാനിക്കുന്നത്. ഞാൻ എവിടെ ഇരിക്കണം. ഇരിക്കല്ലേ ഷീട ഞാൻ എന്റെ വേറെ സ്വഭാവം എൻ്റെ ഉണ്ട് കേട്ടോ. ഞാൻ കൈകൊട്ടി കളി കാര്യം ശരിയൊക്കെ പക്ഷേ ഇരിക്കുന്നിടത്ത് വിലക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇരിക്കല്ലേ അയ്യോ അവന് ഇരിക്കുമ്പോ ഉള്ള എന്തോ ഒരു അസുഖം അവനുണ്ട്. അത് എനിക്കുണ്ടാകുന്നോർത്ത് പേടിക്കായിരിക്കും ചിലപ്പോ അവൻ ഇരുത്താനേനെ. നീ ഒന്നൊരു കാര്യം പറട്ടെ, ഇവന് എന്നെ അങ്ങനെ ഒരു പേടിയുണ്ട്. നീ ഗിരി എടാ അവൻ എന്നെ അങ്ങനെ ഒരു പേടിയുണ്ട്. സാബുവേ എന്താ സാബുവേ എന്നാ സാബുവേ അല്ല സാബുവേ അതല്ല ഇരിയുടെ സാബു ഞാൻ പറയിരി ഇരിയുടെ സാബു സാബു ഇരിയുടെ സാബു അതല്ല സാബു ഇരുന്ന സാബു അങ്ങനല്ല ഇരിയുടെ സാബു ഇരിയുടെ സാബു ഇരിയുടെ സാബു തരികട സാബു വേറെ. നീ ഇരിയുടെ സാബു എടാ ഇരിയടാ നീ ഇരിയടാ അവൻ അങ്ങനെ ഇതെനിക്കറിയാം. ഇവനിക്ക് എന്തേലും ഒപ്പിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് തിരിച്ച് ഞാൻ അവിടെ കൊടുത്തത്. മനസ്സിലാ KK ദാസന്റെ അടുക്കല ഇവന്റെ കളി. 1-2 വർഷമല്ല തുടങ്ങിയിട്ട് അവൻ എന്റെ ഡാ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞതാ ആചാര ഉരുട്ടിക്കോ പക്ഷെ ഇറക്കത്തെ കൊണ്ട് വിട്ടിട്ടത് കേട്ടോ. നേരത്തെ പറഞ്ഞതാ ഞാൻ. എന്നാലും ഞാൻ പറയാം മറ്റേ പറഞ്ഞോ തെറ്റിയതോ തെറ്റിക്കടാ. ഇത് എന്തിടാ പിള്ളേര് കളി കൊഴുപ്പാക്കണോ കൊല പഴിപ്പിക്കണോ കൊല പഴിപ്പിക്കണമെന്നാണോ ഞാൻ പറഞ്ഞത്? പിന്നെ അവൻ പറഞ്ഞേട്ടോ കളി കൊഴിപ്പിക്കണമെന്ന് ചോദിച്ചപ്പോ കൊല പഴിപ്പിക്കണമെന്ന്. നീയല്ലേ ചോദിച്ചാ ഫില്ല് ചെയ്യാനൊക്കെ എന്തെങ്കിലും പറഞ്ഞായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചതേ കളി കൊഴിപ്പിക്കണോ? പിന്നെ വേണ്ടേ കളി കൊഴിപ്പിക്കണമെങ്കിൽ ഞാനൊരു 2 ഒഴിച്ചങ്ങ് കൊടുക്കും. മദ്യാണ് പിന്നെ അല്ലാണ്ട് അത് പറയണ്ടേ. മദ്യമാണെങ്കിൽ എന്റെ അമ്മേ മദ്യമാണെങ്കിൽ ഇത് കണ്ടോ കൊടുക്കടാ. അച്ഛനെ അയ്യോ എന്റെ കുഞ്ഞെ എനിക്ക് വേണ്ട. അയ്യോ എന്റെ കുഞ്ഞെ അല്ല അയ്യോ എന്റെ കുഞ്ഞെ കാരണം കലാദേവതയാടാ. ഞാൻ കഴിച്ചോണ്ട് ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. അല്ല നിനക്കറിയാലോ ഞാൻ അങ്ങനെ കഴിച്ചോണ്ട് കയറുന്ന ആളുമല്ല. നമ്മൾ ഇതുവരെ എന്റെ ശിഷ്യന്മാരെ ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്നത്. കാരണം എന്താ അത് ശരിയല്ല. അല്ല അത് ശരിയല്ല. ഓക്കെ ഞാൻ ചെയ്യാത്ത ഞാൻ ഇനി ചെയ്യത്തില്ല. പുള്ളി കണ്ടോ നീറ്റ് മനുഷ്യനാണ്. ലെജൻഡ് പേഴ്സൺ. അതെ ആശാൻ അങ്ങനെയൊക്കെ പറയും. പക്ഷെ നിങ്ങളൊന്ന് 2 ഒഴിച്ച് കൊടുത്തേ ആശാൻ കഴിച്ചോളൂ. വേണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ അങ്ങനെ പറയുള്ളൂ. നിർബന്ധിക്കണം ഒന്ന് പറയണ്ടേ ആശാൻ. അയ്യോ എന്റെ കുഞ്ഞെ എനിക്ക് വേണ്ട. എന്റെ കുഞ്ഞെ കലാദേവത ഞാൻ നിർബന്ധിക്കുന്നല്ല. കുടിക്കുമോന്ന് ചോദിച്ചാൽ കുടിക്കും. ഇതിന് മുമ്പ് കുടിക്കുമോന്ന് വെച്ചാൽ ഇല്ല. എന്താ ഞാൻ ഒഴിക്കാം. നീ സത്യവാ ആശാൻ അങ്ങനെ എന്താ നീ ഇവനെ കൂടുതൽ ഒഴിച്ച് തന്നിട്ട് അവസാനം ആൾക്കാരൊക്കെ നിർബന്ധിക്കുന്നല്ല ആശാനെ. ഇതാണ് ചെറുത്. ഇത് ഇപ്പൊ നിന്റെ നിർബന്ധത്തിന് അത്രേ അതാണ്. അല്ല നമ്മള് ആശാൻ അങ്ങനെ ആളൊന്നുമല്ല. ആശാനെ മനസ്സിലാക്കാൻ നീ ചിലപ്പോ കൂടുതൽ ഒഴിച്ചു തരും. എനിക്ക് പ്രശ്നം അതുകൊണ്ടായിരുന്നു. അല്ല അപ്പൊ അയ്യോ ആ ചെറുത് ഞാനാ കഴിക്കുന്നത്. അയ്യോ എനിക്ക് വയ്യേ ചെറുത് ഞാനാ കഴിക്കുന്നത്. ഞാൻ ചെറുതെ കഴിക്കത്തുള്ളൂ. അതിന് മുമ്പ് അതുകൊണ്ടാ കൊച്ചെ. അതുകൊണ്ടാ വേറൊന്നും വിചാരിക്കില്ല. വേറൊന്നും വിചാരിക്കില്ല. അമ്മ എന്തോ സെലിബ്രിറ്റീസ് ഒക്കെ അയ്യോടി അപ്പനെ എന്തു വേണ്ട. ഓയ് നമസ്കാരം. കല്യാണത്തിന് വന്നു ആണ്ടതേ താറ്റാന്റെ കുഞ്ഞമ്മ അതായിരിക്കുന്നു. എന്നെ ചുറ്റിയല്ലേ ആയിരിക്കുന്നു. അത് വാടകയിലാളല്ലേ? വാഴയിലാണോ? വാടകയില ബിജു. ഞാൻ വെച്ചാൽ വാഴയില ബിജു അങ്ങനെ എനിക്കറിയാവുന്ന എന്നെ ചിറ്റനായിരുന്നു. ആണല്ലേ? പിന്നെ കുമ്പള സരസയ്ക്കകത്ത് എന്റെ അവിടെ കളിച്ചോണ്ടിരുന്നത് കളി സംഘം കുമ്പള സരസയ്ക്കകത്ത് ഞങ്ങൾ ഒന്നിച്ചല്ലായിരുന്നു. ഇപ്പൊ ഇല്ലേ എന്റെ ചിറ്റനാകുന്നത്? ഇപ്പൊ ഇല്ലേ? ഇല്ല ഞാൻ പറഞ്ഞു വിട്ടു. ട്രൂപ്പിന്ന് പറഞ്ഞു. കാരണം എന്താ പറയാ സമയത്ത് വരത്തില്ല. സമയത്ത് വിളിക്കാൻ ബ്രേക്ക് ഡാൻസ് ഉണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞത് അത് നടക്കത്തില്ല എന്റെ ബിജുക്കുട്ട. പരിപാടി സംഗതി കൈകൊട്ടി കളിക്ക് വരുന്നെങ്കിൽ വട്ടക്കളിക്ക് വരുന്ന കൃത്യമായിട്ട് പറഞ്ഞെന്ന് പറയും. അങ്ങനെ ഞാൻ പറഞ്ഞു വിട്ടു. എന്നോട് ഉടക്കി പോയി. എന്നിട്ട് ഇപ്പൊ എന്താ പറ്റി? ഫീൽഡ് ഔട്ടായി. അയ്യോ ഒറ്റ വട്ടക്കളി സംഘത്തിലില്ല സിനിമയിലെങ്ങാൻ. സിനിമയിലൊക്കെ കയറിയ ഞാൻ ചോദിച്ചു. സിനിമയിലൊക്കെ കയറിയ എന്തോ പബ്ലിസിറ്റി കിട്ടാനാ. നമ്മുടെ വന്നല്ല 10 പേര് നമ്മുടെ ട്രോഫി ഉണ്ടെന്നുണ്ട്. എന്റെ ട്രോഫി ഉണ്ടെന്ന്. അത് പരിപാടി ലാസ്റ്റ് ആരെങ്കിലും കൊണ്ട് ആശാനെ തരീച്ചപ്പോരെ. അത് മതി. അവനെ തിരിച്ച് മേടിക്കണം. ദാനം മേടിക്കണം. അപ്പൊ അത് കേട്ട് വേറെ പണി. ഇപ്പൊ എന്നതിനാണ് പിന്നെ വേറെ പണിയുണ്ട്.
എന്തിനാ ആശാനെ? എടാ നീ വിളിയുടെ അത് ഇങ്ങോട്ട് വിളിച്ചും വിളിച്ചിട്ട് ഞാൻ ആണോ? നമ്മളെ ജിഷനല്ലേ എന്നിട്ട് അത് എന്നെ കൊണ്ട് ആ മൊമെന്റ് അങ്ങ് ധരിപ്പിക്കും. എന്നിട്ട് നമ്മളത് ഫോട്ടോ എടുക്കും. എന്നിട്ട് ക്യാപ്ഷൻ ഇട്ട് അടുത്ത വർഷം ഷോക്കാടി വെക്കും. എന്ത്? ഏറ്റവും മികച്ച വട്ടക്കളി സംഘത്തിനുള്ള സംസ്ഥാന അവാർഡ് KK ദാസിന് ബിജുക്കുട്ടൻ സമ്മാനിക്കുന്നു എന്ന് പറഞ്ഞ സംസ്ഥാന അവാർഡ് ചെയ്താൽ ഇപ്പോഴേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. നമസ്കാരം, ഒന്ന് വരാവോ? ഒന്ന് വരാവോ? ഒരു ആവശ്യത്തിനാ. നമ്മുടെ പിണക്കമൊന്നും വെച്ചേക്കല്ലേ മനസ്സിൽ? അത് ആശാന ശിക്ഷന്റെ അത് കഴിഞ്ഞ കേസ്. നാളെ ആയാലും നമ്മളെ കൂടെ കൂടാം, ഇത്രേ ഉള്ളൂ. കൊച്ചുകൊണ്ട് അതും കയറി വരുവാ. അത് കയറി വരുവാ. എന്നാ പാട്ട് ആരാത് നിങ്ങളുടെ? അയ്യോ, അത് നമ്മളെ സീരിയലിലൊക്കെ ഉള്ളു. അതെല്ലാം സന്തോഷം. എല്ലാരും ഫോട്ടോ എടുക്കാതെ പിന്നെ എങ്ങനെ നമ്മൾ കണ്ണി പതിപ്പിച്ചോണ്ട് പോകും? ഫോട്ടോ എടുക്കാം. നീ വേണോ? നീ അല്ല, കൊച്ചിങ്ങനെ നിന്നാ മതി. ഒരു സാധനം, ഒരു വെറൈറ്റി ഷോക്കാർഡ് പിടിക്കാം. അല്ലടാ, ഇങ്ങനെയൊക്കെയാ ഒരു വെറൈറ്റി ഷോക്കാർഡ്. അങ്ങനെയൊന്നും ഒരു വെറൈറ്റി ഷോക്കാർഡ്. ഓക്കെ, സന്തോഷം കേട്ടോ. ഒരുപാട് സന്തോഷം വെച്ചു. വിളിച്ചതിൽ വന്നതിൽ സന്തോഷം. ഒരുപാട് സന്തോഷം മോളെ. അതെങ്ങനെ വെച്ചത്? ആശാനെ, ആ ബിജുക്കുട്ടനെ കൊണ്ട് തരിയിച്ചു, അതൊക്കെ ഓക്കെ. ആ പെണ്ണിനെ കൊണ്ട് എങ്ങനെ നിർത്തിച്ചെന്തിനാ? എടാ, പരിപാടി പിടിക്കാൻ ബുദ്ധി വേണം, മാർക്കറ്റിംഗ്. എന്ത്? അത് മനസ്സിലായില്ലേ? ഇല്ല. ബിജുക്കുട്ടൻ സംസ്ഥാന അവാർഡ് എനിക്ക് തരുന്നു. തൊട്ടപ്പുറത്ത് അയ്യോ ഇതെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു പകച്ചിരിക്കുന്ന ഏതോ ഒരു കുട്ടി. ബിസിനസ് മൈൻഡാണ്. പരിപാടി പിടിക്കുന്ന അങ്ങനെ പരിപാടിയുടെ കാര്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം ഓർത്തെ. അച്ഛനെ, എനിക്ക് അച്ഛനെ പരിപാടി കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു 2 സ്റ്റെപ്പ് ഞങ്ങൾക്ക് വേണ്ടി കാണിക്കാം. ഇതാ എനിക്ക് ഒക്കാത്ത സാബുവേ, നിന്റെ പരിപാടി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ, അതാ നമ്മള് കല്യാണത്തിന് വന്ന് കല്യാണത്ത് ആ വേദിയിൽ അവതരിപ്പിക്കുന്നു. കാണികൾ ഒരു 2 സ്റ്റെപ്പ്. അവര് 2 സ്റ്റെപ്പ്. ഞാൻ പറഞ്ഞു ഇപ്പൊ അവിടെ ഉണ്ടെന്നത്. നിങ്ങൾ ഈ വീടിന്റെ പുറകെ വെച്ചിട്ട് ഈ കടപ്പുറത്ത് കാറ്റ് കൊള്ളാൻ വന്നിരുന്നിട്ട് എന്നോട് ഇവിടെ വെച്ച് കളിക്കാൻ പറഞ്ഞ അപ്പുറത്ത് വീടിന്റെ ഫ്രണ്ട് വശം അപ്പറയാ. അവിടെ കളിക്കുമ്പോൾ ആർച്ച് കൊണ്ട് ഇവിടെ ഇട്ടേക്കുന്നുള്ള അപ്പുറത്ത് മെയിൻ ഉണ്ട്. അപ്പൊ പോരാടാ, ആരാധകരെ നിരുത്സാഹപ്പെടുത്തല്ലേ? എടാ ഇത് എന്താ അവർക്ക് വേണ്ടിട്ടാണ്? അവർക്ക് വേണ്ടിട്ടും എനിക്ക് വേണ്ടിട്ടും എങ്ങനെയാണ് അതിപ്പോ? എന്താ ഇപ്പൊ അവനോട് 2 എന്തോ 2 ഒഴിച്ച് തന്നല്ലേ? പിടിപ്പിക്കാൻ കഴിച്ചത് കഴിച്ചു. ഇവൻ കൂടുതൽ ഒഴിച്ചു കഴിയും. അതാണ് എനിക്കൊരു ആവശ്യമില്ലാത്ത പരിപാടി. ഇത് അത്രേ ഉള്ളൂ. അതാണ് നേരത്തെ എന്താ അബദ്ധം പറ്റിയത്? ശകലടി നീ കൂടുതൽ ഒഴിക്കും, പിന്നെ അത് പ്രശ്നമാവും. അല്ല, അപ്പൊ ഈ ചെറുത്? അയ്യോ, ചെറുതെ ഞാൻ കഴിക്കത്തുള്ളതാ. ഞാൻ ചെറുതെ കഴിക്കത്തുള്ളൂ കൊച്ചേ. നമുക്ക് ഈ പരിപാടി 2 സ്റ്റെപ്പ്. 2 സ്റ്റെപ്പ്. 2 സ്റ്റെപ്പ് ഇട്ടോളൂ. നാളെ കൂമ്പുണ്ടോ നോക്കണം കേട്ടോ. എരിഞ്ഞിറങ്ങുവാ, വെള്ളം പോലും ഇല്ലാണ്. അപ്പൊ എന്നാലേ നമ്മുടെ ഈ പ്രശ്നം എന്താ പറയുക? ജസ്റ്റ് സാധനം എടുത്ത വന്ദനം മാത്രം വിട്ടുപോവാ. വന്ദനത്തിലാണോ? വന്ദനത്തിൽ പാടല്ലേ? വന്ദനത്തിൽ പാടണം. വന്ദനം അടിക്കണമെന്ന് ഭഗവാന് വന്ദനം കൊടുക്കണം. പിന്നെ വന്ദനം അടിച്ചിട്ട് ഞങ്ങൾ തുടങ്ങത്തുള്ളൂ. KK ദാസൻ അങ്ങനെ. പിന്നെ അല്ലാതെ വന്ദനം ആദ്യം അടിക്കാം. അതേ ഉള്ളു കേട്ടോ. അതേ പിടിച്ചോ. ബാക്കി നമുക്ക് അവിടെ അടിക്കാം. ബാബുവേ, ബാബുവേ, റെഡി 1 2. വന്ദനം പാടിടാം സദസ്സിൽ, വന്ദനം പാടിടാം KK ദാസനി സദസ്സിൽ, വന്ദനം പാടിടാം. വന്ദനം പാടിടാം സദസ്സിൽ, വന്ദനം പാടിടാം KK ദാസനി സദസ്സിൽ, വന്ദനം പാടിടാം. എല്ലാം ബാക്കി അവിടെ ഉണ്ട്. ബാക്കി അവിടെ ചെയ്തിരിക്കും. അച്ഛൻ ഇത്ര സ്റ്റെപ്പ് കാണിച്ചു, നല്ല രസം ഉണ്ടായിരുന്നു. ഇവിടെ വേറെ പലർക്കും ഒരു കുറുകുറുപ്പുണ്ട്. എന്തോ കുറുകുറുപ്പുണ്ടോ? നീ ആര് വരുന്നെന്നാ പറഞ്ഞേ? KK ദാസൻ വരുന്നത്. അപ്പൊ അതാണ് പ്രശ്നം. അവര് കേട്ടത് KK ദാസൻ എന്നായിരിക്കത്തില്ല, വിക്സ് ആക്ഷൻ എന്നായിരിക്കും. അതുകൊണ്ടാണ് ഈ കുറുകുറുപ്പ്. അതല്ല പറഞ്ഞു. സാധാരണ ഈ പെണ്ണുങ്ങളാണല്ലോ ഈ കൈകൊട്ടിക്കളി. ഇപ്പൊ ആണുങ്ങളെ കൈകൊട്ടി വട്ടക്കളി വെച്ചപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് അത് മതിയല്ലോ. എല്ലാരും സാരി കൊടുത്തോണ്ട് അതാണല്ലോ. നമ്മളൊക്കെ അല്ലേ പരമ്പരാഗതം. ഇത് എന്റെ സ്റ്റെപ്പ് കൊണ്ടുപോയിട്ടുണ്ട് പലരും ജോയിന്. അതാ കറക്റ്റാ. ഏത് സ്റ്റെപ്പ്? ഇപ്പോഴത്തെ കളിക്കുന്ന പെൺപിള്ളേരുടെ സ്റ്റെപ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ ഒരു സാധനമല്ലേ ഇങ്ങനത്തെ? ഞാൻ എന്റെ കൊണ്ടുപോയതാണ്. ആശാനെ കൊണ്ടുപോയതാ. സംഭവം എന്ന് വെച്ചാല് ഞാൻ വെറൈറ്റി എന്തെങ്കിലും ഇടുകൂടാ എപ്പോഴും ഇങ്ങനെ ഇട്ടോണ്ടിരിക്കണേ എനിക്ക്. അപ്പൊ ഞാൻ വടുതല ഇതുപോലെ നടക്കുക കൈകൊട്ട് വട്ടക്കളി നടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് അടിച്ചോണ്ടിരുന്ന 2 പയ്യന്മാർ ഇതിനെ പോലെ വന്നു. അതിനെ അടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഫുള്ളാണോ?
അതോ അരമതിയോ? അയ്യോ അതാണ് ഈ സാധനം കണ്ടോണ്ട് പോയിട്ട് എനിക്കറിയാൻ വയ്യ കൊച്ചെ, ഇപ്പൊ എന്തോ ചെയ്യാനാ ഞാൻ? ശരിയാണ്, ശരി. പിന്നെ ഞാൻ വേറെ ഏത് ഞാൻ അനുകൂലിക്കുന്നുണ്ട് കേട്ടോ. എന്നാ? അവർക്ക് പരിപാടിയുണ്ട്. ആ. ഞാൻ ഇവരോട് 100 വട്ടം ഞാൻ പറഞ്ഞു, എന്ത്? നമുക്ക് മീശ എടുക്കാം, മുടി വളർത്താം, സാരി കൊടുത്ത് ഇറങ്ങാൻ പരിപാടി കിട്ടും. അയ്യോ അതാകുമ്പോ 2 ഗുണമാണ്. അതിനെ രണ്ടെണ്ണ. ഒന്ന്, നമുക്ക് അത്യാവശ്യം പരിപാടി കിട്ടും. രണ്ടാമത് പ്രിയദർശിനിക്കകത്ത് ബസ്സിനകത്ത് നമുക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടും. ശരിയാണ്, കറക്റ്റ് കാര്യമാണ്, കറക്റ്റ് കാര്യമാണ്. ആശാനെ എനിക്ക് മെയ് വഴക്കം കുറയുന്നുണ്ടോ ഇപ്പൊ? ഉണ്ട്. വന്നരത് ഞാൻ ശ്രദ്ധിച്ച. എന്താ ചെയ്യാം? വന്നരത് നീ ഒരു കാര്യം ചെയ്യണം. മൈലെണ്ണ കിട്ടുവാണെങ്കിൽ മൈലെണ്ണ ടച്ച് തേക്കണം ഫുള്ള്. നീ പക്ഷെ നീ തേച്ചാൽ മാത്രം പോരടാ, നീ ഒരു 5 ലിറ്ററെങ്കിലും കുടിക്കണം, എന്നാലേ വഴക്കം വരും. ആശാനെ ഓ ഒരു ചെറുത് നീ ഒഴിച്ചാ കൂടുതൽ ഒഴിക്കും. ചുമ്മാ ഇവൻ ഈ ചെറുക്ക് കണ്ടോ, ഇത് ഇങ്ങനെ അല്ലടാ. അതാണ്. വേണ്ട ഇനിയിപ്പോ നീ ഇത് കാണിച്ചു കൊടു, എല്ലാവരും കാണിച്ചു കൊടു. നീ ചെറുതെ അടിക്കത്തുള്ളൂ. അയ്യോ അതെന്താ, ഞാൻ ചെറുതെ അടിക്കത്തുള്ളൂ, അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇത്രയും വെച്ച് അത് മതിയടാ. ഞാൻ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു. ആരാധകര് മറ്റേ സ്റ്റെപ്പ് വന്ദനം ഭയങ്കര ഇഷ്ടപ്പെട്ട്. ആണോ? ഒരു സ്റ്റെപ്പ് കൂടെ ഒന്ന് കാണിക്കാം. ഇതാണ് നിങ്ങളുടെ നീ മദ്യം മേടിച്ച് കുടിക്കാത്തത്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ കേൾക്കേണ്ടി. അത് നിങ്ങൾക്ക് എന്നെ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വലിയ കളർ നിക്കർ ഞാൻ തരത്തില്ല. കളർനിക്കറിനല്ല, ഭക്തനാണ് നിങ്ങളുടെ ഭക്തൻ. സാമിയോ? ആശാന്റെ സംഘങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ട്. ആണോ? പിന്നെ എല്ലാരും വന്നു കൊടുക്കാല്ലടാ. ഞാൻ ഈ കള്ള് മേടിച്ച് കുടിക്കാത്ത അതാണ് ഞാൻ. ഒരെണ്ണം കൂടെ. സോമം വന്നോടാ. സോമോ ലാശാനെന്നോ? വായിൽ പഴയിരിക്കാശാനെ. അതിന്റെ വായി പഴം വെച്ചോണ്ട് നീ അവിടെ നീ എന്നെ വിളിക്കണ്ട. വേണ്ട എടാ, ആ പാട്ടിലടാ പുതിയത്. ഓ അതല്ല, ഒരു 2 വരി കീച്ചിക്കടാ. എനിക്ക് തൊണ്ട പോയി അപ്പുറത്ത് കയറി എന്നെ അളക്കാനുള്ള. ഞാൻ അങ്ങോട്ട് വന്ന് കീച്ചാന്നാ. വേണ്ട, നിന്റെ വായി പഴയിരിക്കാണല്ലോ, നീ അവിടെ ഇരിക്കേ. അച്ഛൻ ഒരാഗ്രഹമുണ്ട്. അച്ഛൻ ഒരാഗ്രഹം, എന്നെ കൂടെ നിനക്കും വേണം. എനിക്ക് പറയോ കാണിച്ചു തരണം. കറക്റ്റ് തട്ടുകുത്ത്. ആ സ്റ്റെപ്പിന്റെ ആ 1 2 3 അവനൊന്ന് പറഞ്ഞു കൊടുത്തു. സ്റ്റെപ്പിന്റെ 1 2 3 പറഞ്ഞാൽ ഞാനാണ് മേച്ചടി. ആശാനെ റെഡിയാണോ? തട്ടടി. സോമോ ഓ റെഡിയാണോടാ? റെഡിയാണ് ആശാനെ. 1 2 3 4. കുഞ്ഞമ്മ ചേച്ചിയുടെ കടയിൽ ചെന്നാൽ എന്തെല്ലാം തരം പലഹാരം. മുട്ട വറുക്കണ്, മീൻ വറുക്കണ് നാറണേ. കുഞ്ഞമ്മ ചേച്ചിയുടെ കടയിൽ ചെന്നാൽ എന്തെല്ലാം തരം പലഹാരം. കുഞ്ഞമ്മ ചേച്ചിയെ കണ്ണുരുട്ടണ്, തീക്കൊള്ളി കൊണ്ടെറിയണേ. ആ ചായക്ക് തിളക്കണ്, പാലും പഞ്ചാരയിട്ടാറ്റണേ. ആ പുട്ടുകുറ്റി അടപ്പത്തിരിക്കണ്, നീറി വേഗണേ. ഞാൻ അകത്ത് പോയി ബാക്കി കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യട്ടെ. എന്താണെന്ന് അറിയുന്നത് പോട്ടെ. ഞാനപ്പോ ഈ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. പോയടാ സാധനം പോയടാ. ഈ പിള്ളേരുടെ ഓരോ പേരുകൾ ഒരു രക്ഷയിലാശാനെ. പാട്ട് മൊത്തം തെറ്റിച്ചാ പാടി. ആശാൻ പഠിച്ചിട്ടില്ല. സോമനെന്ന് അത് സോമൻ കറക്റ്റായിട്ട് പാടുന്നില്ലേ? സോമന്റെ വായി പഴയിരിക്കല്ല, പിന്നെ അവനെ നീ കൂടുതൽ ഒഴിക്കും. ഞാൻ കറക്റ്റ് ചുമ്മാ ഇത് മതിയടാ. ഇത് മതിയോ? ഇത് നീ ചിലപ്പോ കൂടുതൽ ഒഴിക്കാതെ ഞാൻ പറഞ്ഞു. അതല്ല കുപ്പി എടുത്തോ, അതല്ല വിഷയം. ചെറിയ പ്രശ്നമുണ്ട്. ബിരിയാണി അടുക്കി പിടിച്ച്. ഷീടാ ഇതെന്തോ അപ്പൊ അടുക്കി പിടിച്ചാൽ മാറ്റിട്ട് ഫ്രണ്ട് മോളിൽ കിടക്കുന്ന നമുക്ക് എടുത്തോണ്ട് വാ. അത് ആൾക്കാർ എടുത്തോണ്ട് പോയില്ലേ? ഷീടാ ഇതെന്തോ പട്ടണം നടത്തില്ലെന്ന് വെച്ചാൽ ഞാൻ അതൊന്ന് പറഞ്ഞ് സെറ്റാക്കിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയാ പോരെ? ഭക്ഷണം കിട്ടണം. ഞാൻ ശരിയാക്കിട്ട് വരാം. കണ്ടോ അടുക്കി പിടിച്ചിട്ട് നമ്മളൊക്കെ കാണുന്നത്. വിഘ്നങ്ങൾ തുടങ്ങിയല്ലോ. പിന്നെ ഇപ്പൊ ഞാൻ വന്നോണ്ടാന്ന് പറയും. ആശാന്റെ പരിപാടി എവിടെയുണ്ടോ അവിടെ ഒക്കെ വിഘ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നീയാണോ ഈ പറഞ്ഞു പരത്തുന്നത്? ഞാൻ പറഞ്ഞു പരത്തുന്ന അല്ലെന്ന്. ഇപ്പൊ തന്നെ നോക്കിക്കേ, ബിരിയാണി അടുക്കി പിടിച്ച്. എടാ അത് അവൻ തീ കൂട്ടിയിട്ടാണ് എന്റെ തോളെ കയറാൻ വരുന്നത്. അല്ല ആശാനെ, സത്യമായിട്ടും ആശാനിന് മുമ്പുള്ളതൊക്കെ ശ്രദ്ധിച്ചു നോക്കിയേ. നീ അതായിട്ട് പറഞ്ഞു ഉണ്ടാക്കണ്ട. ഇത് അങ്ങനൊന്നും ഇല്ല. ഇല്ല. നീ ഒരെണ്ണം ഒഴിച്ചാടി. അന്ന് ഒരു കുഴപ്പമില്ല. അങ്ങനൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ വേറൊരു വലിയ വിഷയം എടുത്തോ, എനിക്ക് വേണ്ട. ആശാനെ ഒരു വലിയ പ്രശ്നം. എന്തുവാ? പെണ്ണ് ഒളിച്ചോടി പോയി.
എന്ത് ചെയ്യുന്ന പെണ്ണ് വിളിച്ചോടി പോയില്ലേ? എന്റെ അല്ലെന്നത് ആണ് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനത്തെ അല്ല. നേരത്തെ തന്നെയാ. ഇപ്പൊ അതെ പരിപാടി ഒന്നും നടത്താൻ പറ്റത്തില്ല. പെണ്ണ് ഒളിച്ചോടി പോയി പരിപാടി ഒന്നും വേണ്ട. കാരണം അമ്മ ബോധം കെട്ടിയവർക്ക് അച്ഛൻ ഇപ്പൊ തൂങ്ങിച്ചാവുന്ന ഒരു അല്ല, നീ എന്താ പ്രശ്നം അറിയാം? ഞാൻ ഒരു കാര്യമില്ല, ഞാൻ ഇവിടെ നിന്നവനാന്ന് ഞാൻ. ഇവൻ ഇപ്പൊ ഈ 1.5 പഠിപ്പിച്ച് എന്റെ ചന്ദനം വരെ പോയിരിക്കുക. പ്രശ്നം എന്താന്ന് വെച്ചാൽ അവിടെ എന്തോ നടക്കുന്നു നടക്കായിരിക്കും. ഞാൻ തുടങ്ങി വെച്ചാൽ പിന്നെ മംഗളം പാടി നിർത്താൻ പറ്റുള്ളൂ. അച്ഛനെ മംഗളം പാടിയുടെ വിഷയം അവിടെ പറഞ്ഞ അച്ഛനും അമ്മയൊക്കെ അതിന്റെ അല്ല ഞാൻ പറഞ്ഞു, എനിക്ക് തുടങ്ങിയ മംഗളം പാടുന്നത് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നേ. ഒരു കാര്യം ചെയ്യ്, ഒരു നിർവാഹം ഇല്ലെങ്കിൽ ഒതുക്കത്തി മംഗളം പാടാവോ? അതെനിക്ക് വേണം, ഒതുക്കത്തി ഞാൻ പാടിക്കണം. ഒതുക്കത്തി പാട് നിർത്തിയില്ല, അത് ദോഷോ അത് ദോഷോ. പയ്യെ പറഞ്ഞേ. അത്രേ ഉള്ളൂ, പയ്യെ പാടുള്ളൂ. അവിടെ എന്തോ വലിയ പ്രശ്നങ്ങളും പെങ്കൊച്ചിയും കാണാനില്ല കേട്ടോ. നോക്ക്, അതുകൊണ്ട് നമ്മള് ഞാൻ പറഞ്ഞില്ലേ ആശാൻ അമ്പലത്തിൽ പോണം, എന്തോ പ്രശ്നം ഉണ്ട് ആശാൻ. അത് കറക്കത്തിന് അക്കത്തിന് വേറെ ലൈൻ ഉണ്ടോ, അതും കൂടെ കറക്കത്തിരിച്ച് എന്റെ ആരെ കൊണ്ട് വെക്കാടാ. അതൊക്കെ അവിടെ തന്നെ ആശാന്റെ പരിപാടി നടത്തുന്നുണ്ടല്ലോ. എന്തൊരു കൊള്ളാം. നീ ഇതടിച്ച് മംഗളപടി മംഗളപടിച്ചിട്ട് നിരിച്ച് നമ്മുടെ കാര്യം പറഞ്ഞിട്ട് ഏറ്റവും നോക്കാം. പൈസ മേടിച്ചോണേ അവളെ കാര്യം. അത് ഞാൻ ഏറ്റി. ഞാൻ പിടിച്ച പരിപാടിക്ക് എനിക്കറിയാം പൈസ മേടിക്കാൻ. മംഗളം പാടിയിടാം സദസ്സിൽ, മംഗളം പാടിയിടാം കെ ദാസനി സദസ്സിൽ, മംഗളം പാടിയിടാം. എന്റെ പൊന്നു ദൈവമേ, മംഗളം പാടിയിടാം. നിർത്ത്, ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് സൂര്യൻ തല ഇറങ്ങണം, അച്ഛൻ സൂചിച്ചാവെന്ന് പറഞ്ഞ് നിൽക്കോ. പെണ്ണ് വിളിച്ചോടി പോയി. നിങ്ങൾ നീ തുടങ്ങി നമ്മൾ പതുക്കെ, അല്ലെങ്കിൽ നീ എങ്ങനെ ഒന്ന് പാടിക്കേ. മംഗളം പാടിടാം സദസ്സിൽ, മംഗളം പാടിടാം കെ ദാസനി മംഗളം പാടിടാം. ഇത്ര ഉള്ളൂ, അത് നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. മംഗളം പാടിടാം സദസ്സിൽ, മംഗളം പാടിടാം. എന്റെ കൊച്ചെ അത് അങ്ങനെ എല്ലാം നിർത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ എന്തൊരു ഒതുക്കത്തി പാടണം. ഒതുക്കത്തി പാടിക്കണം, ഒതുക്കത്തി പാടിക്കണം. ഇവരെന്തോടാ ഒരു ഭാഗം അമ്മയ്ക്കകത്ത് എന്താന്ന് പറഞ്ഞാൽ നീ മംഗളം പാടാതെ ഇട്ടിട്ട് പോകാൻ കൂടെ. ആശാൻ ഈ വെള്ളം അടിച്ചോണ്ടിരുന്നു. അല്ല ഞാൻ നേരത്തെ വന്നിരുന്നു പൈസ മേടിച്ചു, ഇവന് ഇതുപോലെ ചൂടാകത്തില്ലായിരുന്നു. നീ പാടുക, ഞാൻ പാടും. നമ്മുടെ പരിപാടി നമ്മുടെ മംഗളം. അത് തന്നെ. ആ പിന്നെ പാടാശാൻ ഇത് എന്തോ ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് മംഗളം പാടി അവസാനിപ്പിക്കാതെ ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്നു. അത്രേ ഉള്ളൂ. പാടാശാൻ അതിന്റെ വെള്ളത്തിനും ഓക്കെ. മംഗളം പാടിടാം സദസ്സിൽ, മംഗളം പാടിടാം കെ ദാസനി. അതാണ് ഞാൻ ചെവിക്കല്ലടിക്കാതിരിക്കും. ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. അതാണ് എന്നെ പോലെ അല്ല, പെണ്ണിന്റെ ആങ്ങളുണ്ട് അച്ഛനുണ്ട് വലിച്ചു തന്നെ കീറി. ഞാൻ ഉള്ള കാര്യം പറയാം. കയ്യെ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ, ഇറങ്ങണോ എന്റെ വീട്ടിൽ നിന്ന്. യോടിയായിട്ട് എന്തോ കൊള്ളയാടാ ഇത്. എടാ ഞാൻ വല്ലതും ചെയ്തോടാ ഞാൻ. ആശാൻ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായ? ആശാൻ പരിപാടി നടത്തിയാലും അടി കിട്ടും, പരിപാടി നടത്തിയില്ലെങ്കിലും അടി കിട്ടും. അതെടാ, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. എന്താ? നമുക്ക് ഒച്ചത്തിൽ ആ മംഗളം പാടി അങ്ങ് നിർത്താം. അതാകുമ്പോ ആൾക്കാർ ചോദിക്കുമ്പോ പറയാലോ, എന്ത് മംഗളം പാടി നിർത്തിയതിന് ശേഷമാ അടി തുടങ്ങിയേന്ന്. അത് കൊള്ളാം. അങ്ങനെ നമ്മുടെ കളിയൊക്കെ കഴിഞ്ഞു. പക്ഷെ പൈസ കിട്ടിയില്ലല്ലോ. പൈസ കിട്ടണ്ടേ? ഇല്ലെന്നേ. അപ്പൊ അതിന് മുമ്പ് നമുക്ക് കമന്റ്സ് ചോദിക്കണം. നമുക്ക് ചോദിക്കാം ആദ്യം പക്രുചേട്ടന്റെ അടുത്ത്. ശ്യാമ്, വിഷ്ണു, രാജേഷ്, എന്തോ നല്ല കളിയായിരുന്നു. വട്ടക്കളി. എനിക്ക് ശ്യാം ഇത് ചെയ്തിട്ടുണ്ടോ വട്ടക്കളി? ഇതിലൊക്കെ പോയിട്ടുള്ള ആളെ പോലെ ഒരു ഫീല് നമുക്ക് വരുന്നുണ്ട്. കാരണം ഇതിനകത്തൊക്കെ ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ ഈ ആശാന്മാരുടെ ചില കൈ വെച്ചിട്ടൊക്കെ ഉള്ള ചില സ്റ്റെപ്പുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം വിചാരിച്ച് ഇനി ഏതെങ്കിലും ഒരു ട്രൂപ്പിൽ അംഗമായിരുന്നോ നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിൽ. ഇത് ശരിക്കും നമ്മുടെ ഇവിടെ ഉള്ള കളിയാണോ ഇത്? മലബാർ ഏരിയ ആണോ അതോ അങ്ങനെ? എറണാകുളത്തുണ്ട്, പിന്നെ എറണാകുളത്തുണ്ട്, പാലക്കാടൊക്കെ ഉണ്ട്, കോട്ടയം സൈഡ് ഉണ്ട് അല്ലേ? കോട്ടയം സൈഡ് ഉണ്ട്, കോട്ടയത്തൊക്കെ ഉണ്ട്, ആലപ്പുഴ, ചേർത്തല, പറവൂരൊക്കെ. ഞാനിത് കണ്ടിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, ആ പറവൂര നമ്മുടെ ഈ അത്യാവശ്യം. ഈ കളിച്ചത് വട്ടക്കളിയല്ല, ഇത് ഞാൻ കളിച്ചതോ? ഇത് വട്ടക്കളിയേ അല്ല, കളി വേറെയാണ്. ശരിക്കും ശ്യാമ ഒരു കാര്യം എന്താണെന്നറിയാമോ, ഒരു ചെറിയൊരു സംഭവത്തെ പിടിച്ചിട്ട് കളിച്ചു കയറ്റുക എന്ന് പറയില്ലേ, ഈ സ്കിറ്റിൽ തന്നെ ഒരു വട്ടക്കളിയുണ്ട്. എന്നാൽ അതില് പിടിച്ചിട്ട് അതിനകത്ത് നമ്മുടേതായ രീതിയിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്യാം ഇങ്ങനെ നിന്ന് കത്തുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഒരാള് ഒരു സംഭവമായിട്ട് വരുന്നു, അതിൽ തന്നെ നിന്നിട്ട് അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും അതെല്ലാം. പ്രത്യേകിച്ച് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് അത് ബിജുക്കുട്ടനെ അവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ആ ഫോട്ടോ സെഷൻ ഉണ്ടല്ലോ, അത് അതിഗംഭീരായിരുന്നു. അതിനകത്ത് മീനാക്ഷിയുടെ എക്സ്പ്രഷനും പ്രത്യേകം. അപ്പം മീനാക്ഷി വിചാരിച്ചു ഞാൻ ഈ ഫോട്ടോയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്, ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് പാവം എഴുന്നേറ്റ് വന്നത്. അത് എന്തിനാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ചതി ഞാൻ അവസാനമാണ് ചേട്ടാ മനസ്സിലായത്. അതുമാണ് ഇതുപോലെ വിളിച്ചാൽ പെട്ടെന്ന് ചാടി ഇറങ്ങി പോരുത്. പോകത്തില്ല, ഇനി എങ്ങും പോകത്തില്ല. ഒരു അനുഭവം ആവട്ടെ. പിന്നെ ഈ കുടിയുടെ സാധനം ഒരു 3-4 പ്രാവശ്യം കുപ്പി പല സാധനങ്ങൾ വന്നാലും അതൊന്നും നമുക്ക് ബോറടിക്കാത്ത തരത്തിൽ പല രീതിയിൽ അത് പ്രസന്റ് ചെയ്തു. ശകലം വെച്ചായതുകൊണ്ടും കുഴപ്പമില്ല. അതെ അതെ, പ്രേശയാണ് കഴിച്ചും പോയിരിക്കും. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടിയൊക്കെ പ്രതീക്ഷിച്ചു, കാരണം നിങ്ങളുടെ ഒരു കളി എന്ന് പറയുമ്പോൾ വേറൊരു ലെവലാണല്ലോ. ഇത് ആ കളിക്കകത്ത് തന്നെ ആയി പോയത് കൊണ്ടുള്ള പ്രശ്നമായിരിക്കാം. എന്തോട്ടെ, നല്ലൊരു സ്കിറ്റായിരുന്നു കേട്ടോ. ചേട്ടാ
ഇനി അടുത്തായിട്ട് സ്കിറ്റിൽ ക്യാമിയോ ചെയ്ത ബിജുകുട്ടൻ ചേട്ടൻ. ഗംഭീരമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾക്ക് ഇവിടെ ആവശ്യമുള്ളത്, ഈ ഫ്ലോറിൽ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ കാണുന്ന ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. അത് നമ്മളതിനകത്ത് ലോജിക്ക് നോക്കിയിട്ടൊന്നും കാര്യമില്ല. ലോജിക്ക് നോക്കണ്ട, അതിനകത്ത് കഥ നോക്കണ്ട, ഒന്നും നോക്കണ്ട. ഇത് നോക്കാതെ എനിക്ക് തോന്നുന്നു 100% നീതി പുലർത്തുന്ന എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. എങ്കിലും ഷ്യാമിൻ്റെ ടീമിനെ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാരണം ഷ്യാമിന് ഒരു ചെറിയ സാധനം കിട്ടിയാലും അത് കളിച്ച് നന്നായിട്ട് പരമാവധി 100 എത്തിക്കാൻ നോക്കാറുള്ള ഒരു ടീമാണ് ഷ്യാമിൻ്റെ ടീം. അതിന് നമ്മൾ പ്രത്യേകം ഒരു കയ്യടി കൊടുക്കണം. അതിനകത്ത് ചിലപ്പോൾ നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാവാം, ചിലപ്പോൾ നല്ല കണ്ടൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ നമുക്ക് ചിരിക്കാനുള്ളത് ഉണ്ടാവും. എനിക്ക് ഈ സ്കിറ്റിലും അങ്ങനെ തന്നെയാണ് തോന്നിയത്. കുറച്ച് കുറഞ്ഞു പോയോ എന്നൊക്കെ എനിക്ക് കാരണം ഇത് കളിച്ച് നമ്മൾ അതിനകത്തോട്ട് ഇൻവോൾവ് ആക്കുകയാണ് ചെയ്തത്. ശരിക്കും ഒരു ത്രെഡ് രണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കല്യാണ വീട്, പിന്നെ ഉള്ള വട്ടക്കളി, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ്. ഒരെണ്ണത്തിൽ മാത്രമല്ല നമ്മൾ ഇത് ചെയ്തത്. നമ്മുടെ ഫ്ലോറിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി സംഭവം റെഡിയാക്കും. ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടീം തന്നെയാണ് ഷ്യാമിൻ്റെ. 3-4 പ്രാവശ്യം ആ മദ്യപിച്ചിട്ടുണ്ട്. അതിനകത്തൊരു വെറൈറ്റി ഉണ്ടായിരുന്നു. അജി പറഞ്ഞ പോലെ തന്നെ ഒരു പ്രാവശ്യം പോലും അത് നമുക്കത് ഡിസ്റ്റർബായിട്ടോ അതിൻ്റെ ഒരു ആവർത്തന വിരസതയായിട്ട് തോന്നിയില്ല. അങ്ങനെ ഒരു മദ്യപാനം ഞാൻ ഇതുവരെ ഒരു സിനിമയിലും കണ്ടിട്ടില്ല, ഒരു സ്കിറ്റിലും കണ്ടിട്ടില്ല. പിന്നെ ഈ വട്ടക്കളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ അടുത്ത് പല സ്ഥലങ്ങളിലും പല പേരാണ്. ഓണക്കളി ഉണ്ടാവും, വട്ടക്കളി അല്ലേ. ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും അത് നിങ്ങൾ കളിച്ചിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ഇങ്ങനെ കുത്തിയിട്ടൊക്കെയാണ് അത് കളിക്കണത്. അതിനൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, അതിനൊരു പാട്ടുണ്ടായിരുന്നു. ടോട്ടലി നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. ഓക്കെ, അടിപൊളി. ഇതൊരു മെയിൻ വട്ടക്കളിക്കാരന്റെ ത്രെഡാണ്. എനിക്ക് വട്ടക്കളി ട്രൂപ്പ് ഉള്ളതാണ് പാണാവള്ളിയിൽ. രാജേഷ് പാണാവള്ളി. അല്ല, ഈ ശബ്ദം മനോഹരമായിരുന്നു. രാജേഷാണത് പാടിയത്. അതല്ല, കാരണം ഇത് സ്ഥിരമായിട്ട് പാടുന്ന ആൾക്കാർക്ക് ഒരു സ്ക്രാച്ച് ഉണ്ടാവും. കൊള്ളാം, അടിപൊളി. താങ്ക് യു ബിജുകുട്ടൻ ചേട്ടാ. നസീർക്ക നല്ലതായിരുന്നു, ചെറുതാണെങ്കിലും നല്ലതായിരുന്നു കേട്ടോ. രസമുണ്ടായിരുന്നു. കാര്യം ശ്യാം എപ്പോഴും സ്റ്റേജിൽ വന്ന് പോകുന്നത് മഴ പെയ്ത് പോകുന്ന പോലെയാണ്. കാര്യം നല്ല ഒരു ഓളം ഉണ്ടാക്കിയിട്ട് പോകുള്ളൂ. അതിൻ്റെ അകത്ത് ഒരുപാട് ചിരിക്കാനുണ്ടോ, ചിരി കുറഞ്ഞു പോയെന്നൊന്നുമില്ല. പക്ഷേ വന്ന് വരവറിയിച്ചിട്ട് പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ് ശ്യാം. ശ്യാമിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. കാര്യം ശ്യാം ഇവിടെ വന്ന അന്ന് മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അത് ചില ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുന്ന ഒരു ദൈവാനുഗ്രഹമാണ് കേട്ടോ. നമ്മൾ ആ എടുക്കുന്ന കണ്ടൻറ്റിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അത് കളിച്ച് ജനങ്ങളുടെ മനസ്സിൽ കയറ്റി, അതായത് നിറഞ്ഞു നിന്ന് അയ്യേ എന്ന് പറയിപ്പിക്കാതെ ഇറങ്ങിപ്പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ് ശ്യാം. അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്ലൈമാക്സ് ഇതിലേക്ക് എത്താനായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ മംഗളം പാടി നിർത്തിയിട്ട് അവസാനിച്ച് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ എന്തായാലും നന്നായിരുന്നു. 3 പേരും നല്ല മനോഹരമായിട്ട് ചെയ്തു. ശകലം ഉള്ളെങ്കിലും ഉള്ളത് വൃത്തിയായിട്ട് ചെയ്തു. ഒരുപാട് ചിരിക്കാനില്ലെങ്കിലും ബോറിംഗ് ഇല്ലാതെ കൊണ്ടുപോവുക, ആ ഒരു മികവ് നിങ്ങൾ കാണിച്ചു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക. അങ്ങനെയെങ്കിൽ കളി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി പൈസ വാങ്ങിക്കാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ബിജുകുട്ടൻ ചേട്ടനോട് ആദ്യം ചോദിക്കാം. ചേട്ടാ, ഞാനൊരു 13,000 രൂപ കൊടുക്കാം. 13,000. ചേട്ടനോ? 14,000. 14,000. അപ്പൊ 27,000 ആണ് ഇപ്പൊ ടോട്ടൽ. ഇനി ഫൈനൽ ഇത് അവിടെ ക്ലോസ് ചെയ്യാൻ പോകുന്നത് നസീർക്കയാണ്. ബാക്കി പട്ടക്കളിക്കുള്ളത് 60,000. അപ്പൊ 60,000 രൂപയാണ് ഇപ്രാവശ്യം കളിച്ചിട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി എന്റെ സ്പെഷ്യൽ എക്സ്പ്രഷൻ ഉള്ളത് ഞാൻ പേഴ്സണലി കാണാം. മീനാക്ഷി, ആ സംഭവം ഒന്നും കാണും. നമ്മളെ ഡയറക്റ്റ് അങ്ങനെ എനിക്ക് കാണാൻ പറ്റില്ല. അടുത്ത വർഷം ഷോക്കാട് ഇറങ്ങും, അപ്പൊ കണ്ടാ പോരെ. എന്തായാലും കളി കിട്ടും. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഇതിനു മുമ്പ് വന്ന ഒരു സ്കിറ്റിന്റെ 2ാം ഭാഗമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം ഏതാണ് എന്നൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞോ? എന്തായാലും ടീം മാസ് ആണ് അടുത്തതായി വേദിയിലേക്ക് കടന്നു വരാൻ പോകുന്നത്. സോ ലെറ്റ് മീ വെൽക്കം മനോജ് ഏട്ടൻ, അജയ് ചേട്ടൻ ആൻഡ് സുമി ചേച്ചി. അമേരിക്കയ്ക്ക് പോവുക. വെളുപ്പിന് 5 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചെന്നൈ ഫ്ലൈറ്റ്. ചെന്നൈയിൽ നിന്ന് ത്രൂ കണക്ഷൻ ലണ്ടനിലാണ് മക്കളും ഫാമിലിയൊക്കെ താമസിക്കുന്നത്, മോൻ ഫാമിലിയൊക്കെ. അവരുടെ ഒരു 6 മാസം അടിച്ച് പൊളിച്ചിട്ടേ തിരിച്ചു വരത്തുള്ളൂ. ഹാപ്പിയായോ?
ഹാപ്പിയായോ? പക്ഷെ ഞാൻ ഹാപ്പി ആയില്ല. കാരണം ഈ പറഞ്ഞത് എന്നെ പറ്റി അല്ല. ഞാനല്ല അമേരിക്കക്ക് പോകുന്നത്. ഈ വീട്ടിലെ അമ്മച്ചി അമേരിക്കക്ക് പോകുന്നത്. ഏലക്കാമൂട്ടിൽ ഏലിയമ്മ അവരുടെ വേലക്കാരനാണ് ഞാൻ ആവുമെന്ന് പറഞ്ഞ് എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകാം. പക്ഷെ കൊണ്ടുപോകത്തില്ല. മഹാ കുശുമ്പ് പിടിച്ചൊരു അമ്മച്ചിയാന്ന്. ഭയങ്കര സാധനമാണ്. എനിക്ക് തിന്നാനും കുടിക്കാനും ശമ്പളം പോലും തരത്തില്ല. അച്ഛൻ പണ്ട് എന്നെ ഇവിടെ കൊണ്ടു നിർത്തിയ. പക്ഷെ എന്നെ വിട്ട് കഷ്ടപ്പെടുത്തുന്നോ എൻ്റെ ദൈവമേ. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അമേരിക്ക. അപ്പം എന്നെ കൊണ്ടുപോകത്തില്ല. എന്നെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൽ കയറണം, പിന്നെ ജെല്ല് തുറന്ന് മേഘത്തെയും തുറണം. അങ്ങനെ ചെറിയ ആഗ്രഹമുള്ളൂ എനിക്ക്. പക്ഷെ അവർ സമ്മതിക്കത്തില്ല. എനിക്ക് വയ്യ, മടുത്ത്. ഇപ്പൊ രാവിലെ പള്ളിയിൽ പോയ കുഞ്ഞു വാട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ. പണി കിട്ടി. ഇത് അമ്മച്ചിയുടെ ചെവിയിലെത്തും. നിങ്ങൾ പറഞ്ഞു കൊടുക്കുമെന്നല്ല പറഞ്ഞത്. ഈ ഇരിക്കുന്നത് കണ്ട, ഇതാണ് ഏലക്കാമൂട്ടിൽ ഏലിയാസ്. ഈ ഏലിയാമ്മച്ചിയുടെ കെട്ടിയോൻ മരിച്ചിട്ട് 7 കൊല്ലമെങ്കിലേ ഈ വടിയിൽ ആവാഹിച്ചിരുത്തേക്കുവാ. പരസ്പരം സംസാരിക്കുക എല്ലാം ചെയ്യും. അറിയാലോ നിനക്ക്. അച്ഛയോ, അമ്മച്ചിയോട് പറയല്ലേ കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞ ഒരു എൻട്രി പഞ്ചിന് വേണ്ടി പറഞ്ഞതാ കേട്ടോ. പറയാതിരിക്കാങ്കിലേ അച്ഛൻ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ ഞാൻ പാടിത്തരാം. മിന്നമിനുങ്ങ് പോലൻ കൺകൾ, മിന്നമിനുങ്ങ് പോലൻ കൺകൾ, ചന്ദ്രിക ഞൊടിയുടെ ചാർത്തിയ കൺകൾ, ചന്ദ്രിക ഞൊടിയുടെ ചാർത്തിയ കൺകൾ, മതിമോഹനമല്ലേ എന്റെ പൂമേനി. പാപ്പി മച്ചി, എന്താ ബഹളമായിരുന്നല്ലോ ഇവിടെ? ഞാൻ ബഹളം ഉണ്ടാക്കിയില്ല. കള്ളം പറയരുത്. ഞാൻ ആ താഴെ ഇങ്ങോട്ട് കയറി വന്നല്ലോ നിന്റെ ഇവിടുത്തെ പാട്ട്. അമ്മച്ചി എന്താ കേട്ടോന്നായി പറയുന്നേ? എന്റെ പൂമേനി, എന്റെ പൂമേനി. കേട്ടോ അമ്മച്ചി, അത് ഇവിടുത്തെ ട്രെൻഡ് അല്ലേ? ഈ ഏലക്കാമൂട്ടിൽ ഏലിയാമ്മയുടെ മുറ്റത്ത് നിന്നോണ്ട് നീ കൂടുതൽ ട്രെൻഡ് അല്ലേ? ഇനി ട്രെൻഡിൽ കഴിഞ്ഞാൽ ചവിട്ടി ഞാൻ റോഡിലെറിയും. പിന്നെ നിന്റെ അവിടെ ആയിരിക്കും തണ്ടൻ. മനസ്സിലായോ? അമ്മച്ചി, പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ തന്നിരിക്കുമ്പോ? എന്തെല്ലാം എന്റർടൈൻമെന്റ് ഉണ്ട് ഇവിടെ. എന്തെല്ലാം ജോലിയുണ്ട് ഇവിടെ. എല്ലാം തൂത്തുവാര, തൊഴുത്തു കഴുക, പട്ടിയെ കുളിപ്പിക്കുക, അങ്ങനെ എന്തെല്ലാം എന്റർടൈൻമെന്റ് ഉണ്ട്. വെറുതെ ഇരിക്കുന്ന സമയത്ത് നിനക്ക് ഈ കൊന്തെടുത്തൊന്ന് ജപിക്കല്ലോടാ. ഞാൻ ഈ ജപിക്കുന്ന കാര്യമല്ല അമ്മച്ചിക്ക് എപ്പോഴും പറയാനുള്ളൂ. ഞാൻ എന്തുപോലെ ചവയ്ക്കുന്നുണ്ടോ എന്ന് ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ? തന്നിട്ടുണ്ടോ എനിക്ക്? ഈ ചെറുക്ക് കള്ളം പറയുന്നത് ഞാൻ പറഞ്ഞേക്കാം. പിന്നെ ഞാൻ എന്തേലും ഒന്ന് കോട്ടുവാ വിട്ടാ പോലും വായിലോട്ട് നോക്കിയിരിക്കും. അതെനിക്ക് കൊടുക്കാൻ പറ്റുമോ? എനിക്ക് കൊടുക്കാൻ പറ്റുമോ? ഒന്നും ഒരു വായിക്ക് രുചിയായിട്ട് കഴിക്കാൻ പറ്റത്തില്ല. കഴിക്കുവാണെങ്കിൽ തന്നെ ഞാൻ കൊടുക്കും. എന്താണ് ഞാൻ നിനക്ക് തരാതിരുന്നത്? തരൂ ഇവര് തരൂ. കുറെ കഴിഞ്ഞ ദിവസം ഉണക്കമുന്തിരിക്ക പാത്രത്തിലിട്ട് നിന്നോണ്ടിരിക്കുവാന്നേ. ഞാൻ പറഞ്ഞു എന്റെ പൊന്നമ്മച്ചി എനിക്ക് 2 ഉണക്കമുന്തിരിതാ. അന്നേരം ഇവര് പറയാം എന്റെ കറുത്ത കൊന്തയുടെ ഈ വള്ളി പൊട്ടിട്ട് അതാണ് ഇതെന്ന്. അങ്ങനെ പറഞ്ഞ വെള്ളുമുള്ളയാ. എന്നെ തന്നിട്ട് അണ്ടിപ്പരിപ്പൊക്കെ 2ആയിട്ട് ഒടിച്ചു വെച്ചേക്കുവാ. ഫിഗർ മാറ്റി ഗുളികയാന്നും പറഞ്ഞ് എന്നെ പറ്റിക്കാൻ. അത് ഗുളിക തന്നെയായിരുന്നു. ഈ പ്രഷറിന്റെയും ബിപിയുടെയും ഷുഗറിന്റെയും ഒക്കെ ഗുളികയാത്. പിന്നെ എത്ര പേരാ ഗുളിക തിന്നിട്ട് പല്ലേ കുത്തുന്നത്? നീ എന്തോരാണ് അതൊക്കെ ശ്രദ്ധിക്കുന്നത്? ആണെങ്കിൽ തന്നെ ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ ഞാൻ തിന്നു. എന്റെ പിള്ളേരെന്നെ ഫോറിന് അയച്ചു തരുന്നതാ. ഫോറിന് നല്ല ഫസ്റ്റ് ക്ലാസ് അണ്ടിപ്പരിപ്പ്. എന്താ ഇപ്പൊ നിനക്കെന്താ? ഫസ്റ്റ് ക്ലാസ് അണ്ടിപ്പരിപ്പ് കുണ്ടറ കിട്ടും 350 രൂപയ്ക്ക്. അത് കടക്കടത്തി അങ്ങോട്ട് വിടും 3500 രൂപയ്ക്ക് തിരിച്ചു വാങ്ങിക്കും. ഭയങ്കര ബുദ്ധിയാണ്. ആണെങ്കിൽ എന്താ പട്ടിക്ക് എന്താ കൊടുത്തു രാവിലെ? പട്ടിക്ക് രാവിലെ ലവ് ലെറ്റർ എഴുതി കൊടുത്ത എന്താ? പട്ടിക്കൊന്നും കൊടുക്കുന്നത് തന്നെ കൊടുത്തു രാവിലെ. നാളെ വൈകുന്നേരത്തിന് മുന്നേ അതിനെ കുളിപ്പിച്ചൊരുക്കി പെറ്റ് ഷോപ്പിൽ കൊണ്ടുപോയി അതിന്റെ കണ്ണി കിടക്കുന്ന പൂടെ നല്ലതായിട്ട് രോമൊക്കെ കളഞ്ഞ് വാക്സിനേഷനും കൊടുത്തോണം. എന്റെ ദൈവമേ, എനിക്കറിയാൻ മേലെ അങ്ങോട്ട് ചോദിക്കുക. ഒരു പണി എടുക്കാതെ ആ കൂട്ടിക്കിടന്ന് കുറയ്ക്കുന്നതിന് ഇത്രയും പൈസയൊക്കെ കൊടുത്ത് എന്തോന്ന് പരിപാലിക്കുക. നല്ല കുറയാന്നല്ലും വേണ്ടതല്ല. ചുമ്മാ പൈസ കളയുമല്ലോ അമ്മച്ചി. വെറുതെ പറയരുത്. 1.5 ലക്ഷം രൂപയാ പട്ടിക്ക്. ഇവന് സ്നേഹമില്ലാത്തോണ്ടാ എന്നോട് ഭയങ്കര കാര്യം. ശ്രദ്ധിച്ചു നോക്കി അതിന്റെ ശൗര്യം കാണാം. ഒരു വിലയുമില്ലാതെ ഈ കൊടിച്ചിപ്പട്ടികൾ ഈ പറമ്പിക്കൂടെ ലാവിഷായിട്ട് ഓടി നടക്കുമ്പോ 1.5 ലക്ഷം രൂപ വിലയുള്ള ആ ശൗര്യമുള്ള പട്ടി കൂട്ടിക്കിടന്ന് കാണിക്കുന്ന വിഷമം കാണിക്കണം. പലതവണ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ പാവത്തിനെ തുറന്നു വിടാൻ. പിന്നെ അമ്മച്ചിയുടെ മുഖം ഓർക്കുമ്പോൾ ഞാൻ തുറന്നു വിടത്തില്ല. ചിലപ്പോ അമ്മച്ചി കടിച്ചാലോ? അല്ലല്ല, ആ പട്ടി തുറക്കുമ്പോ ചിലപ്പോ പട്ടി കടിച്ചാലോ? പട്ടി കടിക്കും. നീ പോയി എന്റെ ആ ഡ്രസ്സൊക്കെ അടുക്കി വെക്കാൻ നോക്ക്. ഡ്രസ്സൊക്കെ അടുക്കി വെക്കാം. അമ്മച്ചി എങ്ങനെ പോകുന്നു? നാളെ എങ്ങനെ പോകും? ഫ്ലൈറ്റ് കയറാൻ എനിക്ക് അറിയാവോ തന്നെ? ഓ, അതാ ഞാൻ പറഞ്ഞ നീ ഇവിടെ തന്നെ കാണണം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പീലി വരും അമേരിക്കക്ക് കൊണ്ടുപോകാൻ. അപ്പൊ അമേരിക്കയിലല്ല പോകുന്നത്, അമ്മച്ചി അകത്ത് പോകും. എന്തോ ഇതിന്? എന്റെ പൊന്നമ്മച്ചി പീലിയും കൊണ്ട് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. മുല്ലപ്പൂ തല വെച്ചോണ്ട് പോയി നമ്മെ വരെ പോലീസ് പിടിച്ചു അറിയാമോ? ഞാൻ പറഞ്ഞത് പിന്നെ എന്റെ കുന്നത്താമ്പലിയിലുള്ള എന്റെ ആ പാപ്പന്റെ മോന് പീലി പോസ്. ഞാൻ അവനെ പീലി വിളിക്കുന്നത്. അവനാ എന്നെ അമേരിക്കയിലോട്ട് കൊണ്ടുവന്നത്. പറഞ്ഞു. അപ്പൊ പുള്ളിയുടെ പോകാനൊക്കെ ഉണ്ടോ? അതെ. ഞാനിവിടെ അങ്ങ് വന്നാലും എവിടാ? അമേരിക്കക്ക്
എങ്ങനെ ചോദിക്കാൻ തോന്നടാ? എങ്ങനെ നിനക്ക് എന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ? അമേരിക്ക ചന്ത പോകത്തന്നെ 100 സംശയമാ. എന്നിട്ട് അവൻ അമേരിക്കയിലൊക്കെ നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങളുടെ പട്ടിയെ കുളിപ്പിച്ച് ഞാൻ കഴിക്കുന്നതിന്റെ എച്ചിലും വരി. ഇപ്പൊ ഞാൻ പോന്നോണ്ട് അത് വേണ്ട, പശുവിനെയും കുളിപ്പിച്ച് ചാണകവും വാരിയൊക്കെ ഇവിടെ നിന്നാ മതി. വെറുതെ ഫ്ലൈറ്റ് ചീത്തയാക്കാൻ കൊണ്ട് അങ്ങോട്ട് നീ പ്രാർത്ഥിച്ചെന്തുവാന്ന് എനിക്കറിയാം. ഞാൻ ചെല്ലുന്നതിന് മുന്നേ ഫ്ലൈറ്റ് ബുക്കുവാണെന്നുണ്ടെങ്കിൽ വീലെ പിടിച്ചതാക്കും. അത്ര സ്വഭാവം എന്റെ, നിനക്കെന്നെ അറിയാത്തോണ്ടാ മോനെ. മരങ്ങൾക്കിടെ കൂടെ ഒന്നും പൊട്ടിക്കാതെ, നൂല് പോലും പൊട്ടിക്കാതെ പട്ട പറത്തിയവളാ ഏലക്കാമൂട്ടിൽ ഏരിയാമ്മ. നീ പോയിട്ട് വേണ്ടുന്ന വകകളെല്ലാം അടുക്കി പറക്കി എന്റെ പെട്ടി വെക്കാൻ നോക്ക്. നീ പള്ളി പോയതാ. വന്നപ്പോ എന്റെ ദൈവം കുറച്ച് താമസിച്ചു. എങ്ങനെ താമസിക്കാതിരിക്കും? ത്രേസ്യാമ്മ ഇത്തിരി ഉങ്കുകാരിയാ കേട്ടോ. പള്ളി പിരിഞ്ഞോടനെ ഞാൻ അവളെ അങ്ങ് പിടിച്ചു. ഞാൻ അമേരിക്കയ്ക്ക് പോകുന്ന കാര്യം അവളോട് ഇടവക്കാരോട് മൊത്തം വെച്ചങ്ങ് അലക്കി. ഈ ഇടയ്ക്ക് അവള് ദുബായിലൊന്ന് പോവായിരുന്നു. എന്നോട് പറയുക അവിടുത്തെ എന്തോന്നാ ബുർജ് ഖലീഫയുടെ ഏറ്റവും മേളിൽ അവളാ ബൾബിട്ടായിരുന്നു. ഞാൻ വെറുതെ വിടുവോ? ഞാൻ പറഞ്ഞു നീ നോക്കിക്കോടി, അമേരിക്കയിലുള്ള വൈറ്റ് ഹൗസ് മഴവില്ലിന്റെ നിറമാക്കിയിട്ടാ ഞാൻ വരത്തുള്ളത്. അങ്ങനെ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് വേണം എന്റെ ദൈവമേ. അച്ചായോ 2 ദിവസമായിട്ട് എന്നോട് മിണ്ടുന്നില്ല, അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതങ്ങ് പോട്ടെ. എന്നാലും പറയാം, ഞാൻ ആഗ്രഹം അങ്ങ് സാധിച്ചായ. അച്ചായോ അച്ചായ എന്താ മിണ്ടാത്തത്? 2 ദിവസം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വന്ന് പുൽക്കൂടുണ്ടാക്കി ഒരു ചെറുക്കൻ അങ്ങ് നടു അങ്ങ് ചവിട്ടി അങ്ങ് ഓടിച്ചു. അന്നേരം ഈ ഏലിക്കാമൂട്ടിൽ ഏലിയാസ് എന്നോട് പറഞ്ഞതാ, എടി മുറിച്ച മുറി കൂടുന്നതായ ഏലിയാസ് എന്ന്. ഇപ്പൊ എന്തോ പറ്റി? നിങ്ങളുടെ വടിയുടെ ചാർജ് ഇരുന്നോ? അച്ചായോ എന്താ ചായ മിണ്ടാത്തത്? ഇടാ ആരാടാ അവിടെ കിടന്ന്? അന്നക്കുട്ടിയാന്നടി. അവളെ വിളിച്ചാ പാലിന്റെ പൈസ കൊടുക്കടി, 1 മാസത്തെ പൈസ കൊടുക്കില്ലയോ? പെണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് മിണ്ടായില്ലയോ? എന്തോ പറഞ്ഞത്? അവളെ ഇങ്ങോട്ട് വിളിക്കാനോ? 2 ദിവസം നിങ്ങൾ എന്താ എന്നോട് മിണ്ടാഞ്ഞത്? പറ. ഞാൻ നിന്നോട് മിണ്ടത്തില്ല. അതെന്തോ കാര്യം എന്തോന്ന് പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ. നീ അമേരിക്കക്ക് പോവില്ലയോ? ഞാൻ അന്നേരം ഇവിടെ തന്നല്ലേ. അമേരിക്കക്ക് അത് അങ്ങനെ ആയിപ്പോയി, എന്തോ ചെയ്യാനാ? നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാൻ പോയി ഒന്ന് കറിയിട്ടെങ്കിൽ വരാം. എന്നെ കൂടെ കൊണ്ടുപോകണം അമേരിക്കക്ക്. അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല. അമേരിക്ക നിങ്ങൾ എന്തോരെ വരുന്നത് അമേരിക്കയില്? എനിക്ക് ആ മിയാമി ബീച്ചിലെ മണൽത്തരിയിൽ കിടന്ന് മദാമ്മമാരുടെ കൂടെ കിടന്ന് ഉരുളാണ് വേണ്ടി. ചേട്ടാ ബീച്ചിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കാച്ചുകളെ ഞാൻ തടുപ്പി വെക്കാൻ എന്റെ സ്വഭാവം അറിഞ്ഞൂടാ നിങ്ങൾ കേട്ടോ. ഇവിടെ തന്നെ അങ്ങ് നിന്നാ മതി. ഇവിടുത്തെ അതുപോലെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ലെന്നും. ഇല്ല, അങ്ങനെയുണ്ട്. ഞാൻ ആ സിറ്റ് ഔട്ട് ഇരുന്ന് വഴിയെ പോകുന്ന മദാമ്മമാരെങ്കിലും കാണാമല്ലോ. ചെറുക്കന്റെ വീട്ടിൽ ഇരുന്നുണ്ടോ? ഞാൻ ആലോചിക്കട്ടെ. നല്ല ഗുണത്തിനാണെങ്കിൽ ഞാൻ കൊണ്ടുപോയി, ഇല്ലെങ്കിൽ ഇല്ലേ? സമ്മതമാണോ? ആ സമ്മതം. പാലായിലെ വസ്തുവിന്റെ കാര്യം പോയോ? അത് എന്തായാലും പറയത്തില്ല. പാലായിലെ വസ്തുവിന്റെ കാര്യം ആർക്കാ എഴുതി കൊടുത്തെന്നൊന്നും പറയത്തില്ല. എടാ ചെറുക്ക, ഇവിടെ ഒന്നും നീ വൃത്തിയാക്കിലോട്ട് വലിയ പാറ്റായാ കയറി വരുന്നത് കേട്ടോ. പാറ്റയല്ലല്ലോ അത്, ഇവിടെ പീലിയാണല്ലോ. എന്റെ പീലിയേ, ഇത് എന്തുവാ കാണുന്ന? എത്ര വർഷമായി? ശരിയായിരിക്കട്ടെ. അയ്യോ അതങ്ങനല്ല പറയുന്നത്. സ്തുതിയായിരിക്കട്ടെ. അതല്ല, അമ്മച്ചിയുടെ മോതിരം തിരിഞ്ഞിറക്കാതെ ശരിയായിടട്ടെ എന്നാ പറഞ്ഞത്. നമസ്കാരം അമ്മച്ചി. ഉണ്ട് പൊന്നു മോനെ. എന്തുണ്ട് വിശേഷം? വിശേഷങ്ങൾ ഒരുപാടുണ്ട് അമ്മച്ചി, ഒരുപാടുണ്ട്. എന്തോ പറ്റിയത്? നീ എന്താണ് കാണിക്കുന്നത്? എനിക്ക് അമ്മച്ചിയെ എന്ന് പറഞ്ഞാൽ ഞാനെങ്കിലും മറക്കും അമ്മച്ചി. എനിക്കറിയാം. ഒരുപാട് എന്നെ സഹായിച്ചിട്ട് അമേരിക്ക വിട്ടില്ല അമ്മച്ചി. അയ്യോ അതൊക്കെ നമ്മുടെ കടമകളിൽ നമ്മുടെ ഉള്ളവരെ ഇല്ലാത്തവർക്ക് കൊടുത്ത് സഹായിക്കണം, അങ്ങനെയൊക്കെയാ എന്നും പറഞ്ഞോണ്ട് എന്റെ പൊന്ന് ഫീലി, നീ എന്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ എളിമ കാണിക്കണോടാ. എളിമ കാണിക്കാതെ അമ്മച്ചിയുടെ മുന്നിൽ ഞാൻ എരുമയുടെ ഫിഗർ ചെയ്ത് കാണിക്കണോ? എളിമയല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ എന്റെ അമ്മച്ചി. ഇരിക്കണ. നീ എന്തുണ്ട് വിശേഷം? നീ എങ്ങനെ ഇങ്ങോട്ട് പോകുന്നത്? ഞാൻ ഓടി വരുമായിരുന്നു. യോഗുന്ന തമിഴിൽ നിന്ന് ഇവിടെ വരെ നീ ഓടി ക്ഷീണിക്കത്തില്ല ചേർക്ക? നീ ഓടി വന്നതല്ല പറഞ്ഞത്. പിന്നെ ഞാൻ ഓടി കാർ ഓടി. കാറല്ലേ ഓടില്ല, ഓടാതെ കിടന്ന തുരുമ്പിക്കും. അതല്ല അമ്മച്ചി, ഓടിക്കാർ വലിയ ബോണറ്റ് നീണ്ടിരിക്കുന്ന കാറില്ലേ, ഡ്രൈവർ ഇനി ചെയ്യുന്ന നോക്കുന്നത് എവിടെയെങ്കിലും മുട്ടുന്നുണ്ടെന്നുള്ളേ അത്ര കാർ കിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശരി ചില്ലറൊക്കെ ആയി കാണും. 2 crore. എവിടെ കേറിയത്? എന്തുവാ അമ്മച്ചി? തവള പേക്കറോം 2 crore. 2 കോടി രൂപ ചെലവാക്കിട്ട കാർ ഞാൻ വാങ്ങിച്ചത്. 2 കോടി? അയ്യോ പണക്കാരനായി പോയി കയ്യെ പിടിച്ചാ കിട്ടാത്ത പണക്കാരനായി പോയി. പിന്നെ 10-35 കൊല്ലം കൊണ്ട് അമേരിക്ക കിടന്ന് ഞാൻ അരി വറക്കുമല്ലായിരുന്നോ? ഞാൻ പൈസ ഉണ്ടാക്കല്ലോ. എന്തായാലും നല്ല രീതിയിൽ നിന്നെ കാണാൻ പറ്റിയല്ലോ. ഈ ചെറുക്കൻ ഇങ്ങനെ കാക്കയെക്കാട്ടി കൂടുതൽ മുന്നേ ഞങ്ങളുടെ ഈ അടുക്കള വരുമായിരുന്നു. അടുക്കളയുടെ വശത്തുനിന്ന് മാറത്തില്ല. എന്തേലും കിട്ടുമോ അതൊക്കെ ഓർക്കുന്നുണ്ടോടാ നീ? ഓർക്കുന്നുണ്ട്. അമ്മച്ചിയുടെ കൈ കൊണ്ട് എന്തുമാത്രം ഞാൻ ഉണ്ടിട്ടുണ്ട്. അമ്മച്ചി എന്തുമാത്രം എനിക്ക് ഇങ്ങനെ വാരി തന്നിട്ടുണ്ട് അമ്മച്ചിയുടെ കൈ കൊണ്ട്. അങ്ങനെ എന്തോ അമ്മച്ചി ഉരുള ഉരുട്ടി വാരി തരുമ്പോ
ഞാൻ പറഞ്ഞു മതി 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 എന്ന് പറയുമ്പോൾ അമ്മച്ചി പറയുവാ നീ ദൂരെ നിന്ന് വാ പൊളിച്ച് കാണിച്ചാൽ മതി, ഞാൻ ഉരുട്ടി അങ്ങോട്ട് എറിയാന്ന് പറഞ്ഞിട്ട് അമ്മച്ചി ബാസ്കറ്റ് ബോൾ കളിക്കുമായിരുന്നു എന്റെ വായിക്കാൻ. അതൊക്കെ എങ്കിലും മറക്കുമെന്ന് അറിയാം. അതാ സൽക്കർമ്മമാണ്, അത് നീ ചെയ്യണം അങ്ങനെ. ഞാൻ ആ സൽക്കർമ്മം ചെയ്യുന്നുണ്ട് അമ്മച്ചി. ഞാൻ അമേരിക്കയിൽ എന്നും ഞാൻ രാവിലെ എണ്ണിച്ചിട്ട് പ്രാവുകൾക്ക് തീറ്റ കൊടുക്കാറുണ്ടായിരുന്നു. നീ ഇരിക്ക. എന്തായാലും വന്ന സ്ഥിതിക്ക് പാപ്പിയേ, ഇവിടുത്തെ എന്റെ കയ്യാളായി ചെറുക്കന് ഭയങ്കര സഹായി കേട്ടോ. അവന്റെ പേരാ പാപ്പി. പാപ്പിയെ പറ്റി പറയുവാണെങ്കിൽ നല്ല അനുസരണയുള്ളവനാ. എന്തേലും കൊടുത്താൽ മതി ഇവിടെ നിൽക്കും, പക്ഷെ ഞാനൊന്നും കൊടുക്കത്തില്ല. അങ്ങനെ ഞാൻ ഇവനെ പോറ്റുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഇതാണ് പീലി. അത് കൺപീലി അല്ലെന്ന് ഇവന്റെ പേരാ പറഞ്ഞത്, പീലി. പീലി പോസ് ഞാൻ വിളിക്കും. അതെ, ഞാൻ അമേരിക്കയിൽ പോകുന്ന ഇവന്റെ കൂടെ. അപ്പൊ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക, അമ്മച്ചി ഇപ്പൊ വരുവാന്ന്. ഇതാണ് പാപ്പി കേട്ടോ. നമസ്കാരം. കുടിക്കുവോ? എന്ന് പറഞ്ഞാ അമ്മച്ചി വൈൻ ഉണ്ടാക്കുമ്പോ, പക്ഷെ ഇപ്പൊ അതുമില്ല. കഴിഞ്ഞ വർഷം ഒരു വിഷയം ഉണ്ടായി, പടിയൊക്കെ വെട്ടി മുറിച്ച് ആ സംഭവം. വലിക്കുവോ? അല്ലെങ്കിൽ അമ്മച്ചി അറിഞ്ഞില്ലേ വല്ലപ്പോഴൊക്കെ. അല്ല, അമ്മച്ചി അറിഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല. ആണോ? അപ്പൊ ഒരു കാര്യം ചെയ്യണം, അമ്മച്ചി വഴക്ക് പറഞ്ഞാൽ സാറ് പറഞ്ഞിട്ടാന്ന് പറയണേ. ഈ വെള്ളം പിടിച്ചത് വലിക്കണം. ATM-നകത്ത് കുത്തി പൈസ എടുക്കാൻ നോക്കിയതാ, നടന്നില്ല. വെള്ളം കുടിക്കുന്നത് പിടിച്ച് വലിച്ചു. ഇതാ ഞാൻ പറഞ്ഞു, നിനക്ക് സിഗരറ്റ് കൊടുത്തരാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഫിലിപ്പോസാണോ, വലിയ ഫിലിപ്പോസാണോ ഞാൻ. സാറിന്റെ ഈ ഗെറ്റപ്പ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്റ്റൈൽ ഇങ്ങനെ നടത്തും, ഇങ്ങനെയുള്ള സ്റ്റൈൽ കൊണ്ട് നടക്കുന്നതല്ല, അളവ് തെറ്റിയ നിക്കർ അകത്തിട്ടേക്കുന്നത് ഊരിപ്പോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാന് കോഴഞ്ചേരിക്കാരനാണ്. കോഴഞ്ചേരി എവിടെയായിരുന്നു? നമ്മുടെ പമ്പാ നദി ഇല്ലേ, കോഴഞ്ചേരി ജംഗ്ഷൻ പമ്പാ നദി, അതിന്റെ തീരത്താ വീട്. ഞാൻ അവിടെ ജോലിക്ക് വന്നപ്പോ അച്ഛൻ എന്നെ അനുകമ്പ തോന്നി കൊണ്ടുവന്ന. തരുവോടാ ഇവര് കണക്കായിട്ട്. പക്ഷേ ഏലിയാസ് അച്ചാൻ ഭയങ്കര പാവമായിരുന്നു കേട്ടോ. ഏലിയാസ് അച്ചാനും എന്റെ പപ്പായും കൂടായിരുന്നു ബസ്സിനകത്ത് നടന്നത്. ബസ്സിനകത്ത് തന്നെ നടക്കുന്ന സീറ്റ് ഉണ്ടല്ലോ, ഇരുന്നാ പോരെ. ബസ്സിനകത്ത് നടന്നതല്ല, ബിസിനസ് നടത്തിയത്. അങ്ങനെ ഇഞ്ചിയുടെ ബിസിനസ് ആയിരുന്നു അവർ കണ്ടുവരും. എന്റെ പപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പപ്പ, നേരത്തെ അച്ചാച്ചാന്നാ വിളിക്കുന്നത്. ഞാൻ അമേരിക്കയില്ലേ, അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ പപ്പ എന്നാണ് വിളിക്കുന്നത്. എന്റെ പപ്പ മറ്റേ കൈതമൂട്ടിൽ ചാക്കോ കേട്ടിട്ടുണ്ടോ? അതെനിക്കറിയാം, ഉച്ചയും മുള്ളുള്ള പഴമല്ലേ. ഉച്ചയും മുള്ളുള്ള പഴമല്ല, കൈതമൂട്ടിൽ ചാക്കോ. എന്റെ പപ്പയുടെ കൂട്ടുകാരായിരുന്നു ഏലക്കാമൂട്ടിൽ ഏലിയാസ് അച്ഛൻ. ആണോ? ഇരിക്കുന്നിടത്ത് വടി എടുത്ത് വെച്ചേക്കുന്നത്. ചുമ്മാ വടിയൊന്നുമല്ല. ഇതാണിപ്പോ സാറ് പറഞ്ഞ ഏലക്കാമൂട്ടിൽ ഏലിയാസ് അച്ചായൻ. ഏലിയാസ് അച്ഛൻ ഇങ്ങനൊന്നുമല്ല, നല്ല തണ്ണുതടിയുള്ള ഒരാളായിരുന്നു, വടി പോലെ തിരുതല്ല. എന്റെ പൊന്ന് സാറേ, അച്ചായൻ മരിച്ചതിന് ശേഷമേ അമ്മച്ചി ആവാഹിച്ച് വടിയെ കയറ്റി വെച്ചേക്കും അച്ചായന്. പിന്നെ അവര് തമ്മിൽ സംസാരിക്കുക, വടി തിരിച്ചു അമ്മച്ചിയുടെ കാര്യമൊക്കെ. ഈ നൂറ്റാണ്ടിൽ നീ അമ്മച്ചി ആവാഹിച്ചെന്ന് പറ്റിയല്ലേ? നീ എന്താ പറഞ്ഞ, എന്താ ആവാഹിച്ചെന്നാ പറഞ്ഞതിനകത്ത്? എന്റെ പൊന്ന് സാറേ, കഴിഞ്ഞ ക്രിസ്മസിന് ഇവിടെ പുൽക്കൂട് ഉണ്ടാക്കാൻ എന്റെ ഒരു കൂട്ടുകാരനെ ഇവിടെ കൊണ്ടുവന്നു. അവന് ഞങ്ങൾ ഈ വീഞ്ഞു കുടിച്ചിട്ട് വെളിവില്ലാതെ ഈ വടി വെട്ടിമുറിച്ചവൻ. അന്നെന്തോ ബഹളമായിരുന്നു അറിയാം അമ്മച്ചി. പെട്ടെന്ന് കറണ്ടും പോയി, ലൈറ്റും പോയി, ഇടിയും വെട്ടി. കറണ്ട് വന്നപ്പോ എന്തുവാ, ഈ മുറിച്ച വടി അതുപോലെ ഈ സീറ്റിൽ ഇരിപ്പുണ്ട്. അതാ പറഞ്ഞു, ഭയങ്കര ശക്തിയുള്ള വടിയായത്. അമ്മയ്ക്ക് കൊണ്ടുവച്ചാൽ പരിപാടി അമ്മച്ചി കാര്യമൊക്കെ പറയുന്നു. അമ്മച്ചിയുടെ മാജിക്കാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാല്. ഇത് എന്റെ അച്ഛനെ കണ്ണ് കാണിച്ചിട്ട് 10 സെന്റ് വസ്തു എഴുതി വെച്ചാൽ അവർക്ക് ഒരു വടി ഉണ്ടാക്കാനാണ് പാടത്തിന് വടി ഉണ്ടാക്കാൻ. നിന്നെ കളിപ്പിക്കാൻ പറഞ്ഞു. ഇതിനകത്ത് ഒരു സംഭവം, ഇതിനകത്ത് ഏലക്കാമൂട്ടിൽ ഏലിയാസ് ഒക്കെ ഇരിക്കുക. ഇതിനകത്തൊരു ആത്മാവുണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കാൻ? എന്തുവായിരുന്നു പറ്റി പറഞ്ഞോണ്ടിരിക്കുന്നേ? അല്ല, നമ്മൾ നാളെ നേരപ്പെടുത്ത് പോകണമല്ലോ. എല്ലാം റെഡിയാണ്. ഞാൻ എല്ലാ അച്ചാറും ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കൊണ്ടുപോകുമ്പോൾ സാധനങ്ങൾ ലഗേജ് കൂടാൻ പാടില്ല. അമേരിക്കയിലോട്ടാണ് പോകുന്നതെന്ന് ഓർത്തണം. നമ്മൾ അച്ചാർ കച്ചവടത്തിന് പോകില്ല. അങ്ങനെ അച്ചാറിന്റെ തൂക്കം കാരണമാണെങ്കിൽ അച്ചാർ അങ്ങ് മാറ്റാം. പക്ഷെ മോനോട് എനിക്കൊരു പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട്. ഏലിയാസ് അച്ചായനെ ഒന്ന് കൊണ്ടുപോകണം. അച്ചായൻ മരിച്ചു പോയി, പിന്നെ അങ്ങനെ അച്ചായനെ കൊണ്ടുപോകുന്നത്? അയ്യോ, അതൊന്നും ഇല്ല. അതാണിപ്പോ ഏലിയാസ് അച്ചായനെ ഒന്ന് നമുക്ക് അമേരിക്ക വരെ ഒന്ന് കൊണ്ടുപോകണം. ഇത് അമേരിക്ക കൊണ്ടാരക്കോട്ടെ. നിങ്ങൾക്ക് നാളെ വലിയൊരു കാപ്പിക്ക് മുമ്പ് പിടിച്ചിട്ട് അമേരിക്ക പാരക്കോട്ടെ. ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതൊന്നും കൊണ്ടുപോകാൻ കാപ്പിക്കമ്പൊന്നുമല്ല. ഞാൻ എന്റെ അച്ചായന്റെ ആത്മാവിനെ കാണുന്ന ആതാ അത്. അപ്പൊ അത് കൊണ്ടുപോകണോ അത് അമേരിക്ക? ഈ വഴി കൊണ്ട് അമേരിക്ക പാരക്കോട്ടെ. അമേരിക്ക പോകണം. എന്താ എന്തിപ്പോ അമ്മയോടെ ഈ ഒരു ഉണക്ക വടി പിടിച്ചോട്ട് അമേരിക്കയിലൂടെ നാണം കറി എന്റെ പ്രസ്റ്റീജിനെ ഇത് ബാധിക്കും. അത് പ്രസ്റ്റീജ് വിഷയം ഒന്നുമില്ല. ഇത് കൊണ്ടുപോകണം പറഞ്ഞാൽ കൊണ്ടുപോകണം. ഇത് കൊണ്ടുപോകത്തില്ല. ഇത് കൊണ്ടുപോകണം. എനിക്ക് വയ്യ, ഞാനിത് എങ്ങനെ സഹിക്കും? നീ എത്ര ധൈര്യം ഉണ്ടാക്കണം എന്റെ ചൈന നീ എന്നാട്ട് ഓടിച്ചു വാങ്ങുന്നേ? ഞാനിത് എങ്ങനെ സഹിക്കും? എന്റെ ദൈവമേ, നീ ഇത്ര നേരം നീ മര്യാദയായിട്ട് നിന്നിട്ട് നീ എന്താ വേലയുടെ കാണിച്ചത്? നീ എന്താണ് മിണ്ടാത്തത്? മാത്രം എന്തെങ്കിലും പറയണം. ഏലക്കാമൂട്ടിൽ ഏരിയാസ്. ആദ്യത്തെ വരവ് അമ്മച്ചി വന്നപ്പോ തകർത്തടുക്കിയിട്ടാണ് പോയത്. ഇപ്പൊ അമ്മച്ചിയുടെ രണ്ടാം വരവ് എങ്ങനെയുണ്ട്, തകർത്തോ എന്ന് നമുക്കറിയാം. ബിജുക്കുട്ടൻ ചേട്ടാ, അമ്മച്ചി
ആദ്യത്തെ നമ്മൾ കണ്ടിട്ട് വണ്ടടിച്ചു പോയിരുന്ന 3 പേരും ഗംഭീരമായിട്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു അഭിനയം ഉണ്ടായിരുന്നു, തമാശ ഉണ്ടായിരുന്നു. ഈ അച്ചായൻ്റെ ഒക്കെ ഒരു വരവെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഭയങ്കര ഗംഭീരം എന്ന് പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇത് വെച്ച് എനിക്കത് വെച്ച് കമ്പയർ ചെയ്യാനല്ല, എങ്കിൽ പോലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു 2ാം ഭാഗം കൊടുക്കുമ്പോൾ നമ്മൾ ഇതല്ല പ്രതീക്ഷിച്ചാകണത്. ഇനിയിപ്പോൾ 2ാം ഭാഗം നോക്കണ്ട, സാധാരണ ഏറ്റവും ചെറിയ സ്കിറ്റിൽ പോലും ഇത്രയും കുറച്ചൊരു തമാശ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം നിങ്ങളിൽ നിന്ന് നമ്മളത് ഒട്ടും പ്രതീക്ഷിക്കണില്ല. കാരണം ഒരു കൗണ്ടർ പോലും ആലോചിച്ചിരിക്കാൻ പറ്റാത്തൊരു സ്കിറ്റായി പോയി എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് അറിയാൻ പറ്റിയത്. കാരണം ഗംഭീര അഭിനയം, പ്രകടനം ഉഗ്രനായിരുന്നു. 3 പേരും നല്ല ഗ്രാൻഡായിട്ട് പ്രസൻറ്റേഷനൊക്കെ നന്നായിരുന്നു. പക്ഷേ കൗണ്ടറുകൾ എനിക്ക് ഒന്നും തന്നെ ഉണ്ടായില്ലെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ പാറ്റയെന്ന് പറഞ്ഞ സാധനത്തിൽ ഞാൻ കുറച്ച് ചിരിച്ചിരുന്നു. ഫസ്റ്റ് കണ്ട് അത്രയും വണ്ടടിച്ചത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നിയേട്ടാ. അതിനകത്ത് കൗണ്ടർ കൂടുതലാണെങ്കിൽ പോലും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്നും കൂടി ഗ്രാൻഡാണെന്ന് പറയാമായിരുന്നു. പിന്നെ ഈ പറഞ്ഞിട്ട് ക്ലൈമാക്സും ഞാൻ കരുതിയത് ഇങ്ങനെ വിട്ട് പോകുമ്പോൾ ഏലിയാസ് അച്ചായൻ വന്നു കഴിയുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് എങ്ങനെ ആയിരിക്കും, മറ്റതിനകത്ത് നിങ്ങൾ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ എടുത്തൊരു സാധനമൊക്കെ വന്നായിരുന്നില്ലേ. ഇപ്പോൾ തമാശ കുറവാണെങ്കിൽ പോലും അങ്ങനൊരു വണ്ടർ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിനകത്തും ഉണ്ടായിരുന്നില്ല. നിങ്ങളിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കിയാൽ മതി. ഓക്കെ ചേട്ടാ, താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് പക്രു ചേട്ടനോട് ചോദിച്ചു നോക്കാം. ചേട്ടാ, ആദ്യം തന്നെ നല്ല പ്രകടനമായിരുന്നു സുമി. ഞാൻ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല, പക്ഷേ അമ്മച്ചിയായിട്ട് നിന്നും വളരെ മനോഹരമായിട്ട് അഭിനയിച്ചു. പിന്നെ നമ്മുടെ മനോജിൻ്റെ എൻട്രി ഉണ്ടല്ലോ, ഈ കോട്ടൊക്കെ ഇട്ടിട്ടുള്ള ആ വരവ്, അത് കലക്കനായിരുന്നു. പിന്നെ അജേഷും ഈ ഒരു ഗെറ്റപ്പിൽ, കാരണം ഞാനിത് ഫസ്റ്റ് പാർട്ട് കാണാത്തതുകൊണ്ട്, പക്ഷെ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിനു മുമ്പ് ഇത് നിങ്ങളൊന്ന് കളിച്ചതാണെന്നും ഇതിനൊരു കഥയുണ്ടെന്നുള്ളതും റീലോഡറെന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ നന്നായിട്ട് റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു, അതിനകത്ത് തമാശ എന്ന അവിടെ വർക്കാവും എന്ന് വിചാരിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ വിചാരിച്ചതുപോലെ ഇവിടെ ഹിറ്റായില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ എല്ലാ സ്കിറ്റുകളും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വരണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇതിനെ കണ്ടാൽ മതി. അടുത്തത് നിങ്ങൾ പൊളിക്കണം കേട്ടോ. ശരി, താങ്ക് യു ചേട്ടാ. നസീർക്ക, നമ്മൾ ഒരു സാധനം റീലോഡ് ചെയ്യുമ്പോഴേ ടൈറ്റായിട്ട് ലോഡ് ചെയ്തില്ലെങ്കിൽ ഇതുണ്ടാവും. നല്ല സ്റ്റോറിയാണ്, കഥ നല്ല രസമാണ്. കാര്യം ഫസ്റ്റ് എത്ര ഹൈപ്പിൽ നിൽക്കുന്നതുകൊണ്ടാണ് സെക്കൻഡ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ മേളിൽ ചിന്തിക്കുന്നുണ്ടോ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഇത്. നമുക്ക് അതിനോടൊപ്പം എത്താൻ പറ്റിയില്ലെങ്കിലും അതിനോടൊരു 30% കൊണ്ട് എത്തിക്കാമായിരുന്നു. ഇതിൻ്റെ അകത്ത് നല്ല സ്റ്റോറി, നല്ല കഥ, നല്ലൊരു രസമായിട്ടിരുന്ന് കാണാം. പക്ഷേ ചിരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഏരിയ ചിരിയുടെ ഏരിയ ആയതുകൊണ്ട് ചിരിക്കാനും കൂടെ ഉണ്ടായിരുന്നെങ്കിലാണ് ആ സ്റ്റോറിക്ക് കുറച്ചുകൂടെ പുതുമയുണ്ടാകുന്നത്. അതെന്ത് പറ്റി മനോജ്, ചിരിയുടെ ഭാഗത്തേക്കൊരു ദാരിദ്ര്യം വന്നത്? 2 കണ്ടന്റ് പിടിച്ച് പകുതിയായി ബ്ലോക്കായി പോയത്. അത് നമുക്ക് ഇത് പറഞ്ഞ കിടപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ച് എടുത്തതാണ്. രണ്ടാമത്തെ ചെയ്യുമ്പോൾ അതിന് മേളിൽ ചെയ്യണമെന്ന് ചിന്തിക്കും. അതിൻ്റെ മേളിൽ തന്നെ പോകണം, അല്ലെ പിന്നെ രണ്ടാമത്തെ എടുക്കാൻ നിൽക്കരുത്. അല്ലെ അതിന് ടൈം കൊടുത്തിട്ട് നമ്മൾ ഇരുന്ന് വർക്കൗട്ട് ചെയ്തതിന് ശേഷം അത് കൊണ്ടുവരണം. ഇതിൽ നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾ തിരഞ്ഞെടുത്ത സബ്ജക്റ്റ് നല്ലതാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളിലാണ് നമുക്ക് പോരായ്മകൾ സംഭവിച്ചത്. നല്ല അഭിനയം 3 പേരും കാഴ്ചവെച്ചു. സാരമില്ല, ഇതിൻ്റെ 3 ഇതിൻ്റെ വാശിയോടുകൂടി 3 പിടിക്കാൻ നോക്കുക. അന്നേരം നമുക്ക് വീണ്ടും ഒന്നുകൂടെ കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നസീർക്ക, എങ്കിൽ നമുക്ക് മാർക്ക് അങ്ങ് കൊടുത്തേക്കാം. ഇക്ക തന്നെ തുടങ്ങിക്കോ. ആ ആത്മാവിനോട് ഈ മാർക്ക് കേട്ടിട്ട് എൻ്റെ ശരീരത്തിൽ വന്ന് കൂടെ ഇരുന്ന് പറയണം. ഞാനൊരു 5000 രൂപ കൊടുക്കും. 5000. പക്രു ചേട്ടനോ? ഞാനും അതേപോലെ തന്നെ 5000. 5000. അപ്പൊ 10000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി ബിജുക്കുട്ടൻ ചേട്ടൻ എന്താ അവിടെ റിവീൽ ചെയ്യും, നമുക്ക് തിരിഞ്ഞു നോക്കാം. അപ്പൊ ബാലൻസ് ഞാൻ വിട്ടാക്കാം. പിടിച്ചോ. 20,000 രൂപയാണ് ഈ സ്കിറ്റിന് നേടിയിരിക്കുന്നത്. അപ്പം 3ാം ഭാഗം വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കുറവ് അങ്ങോട്ട് നികത്തിയേക്കാം കേട്ടോ. അപ്പൊ ടീം മാസ് ആയിട്ട് ഒരു കംബാക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡ് ഇതിലും അടിപൊളിയാക്കാം. അപ്പൊ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും till then, this is me Meenakshi Sudhi signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.